जय कुंज विहारी जय राधा माधव। जय कुंज विहारी जय गोपी जन वल्लभा। जय गिरिवरधारी जय गोपी जन वल्लभा। जय गिरिवरधारी यशोदनन्दन व्रज जनरञ्जन। यशोदनन्दन व्रज जनरञ्जन यमुनतीरावनचारी। जय कुञ्ज विहारी जय राधा माधव। जय कुंज विहारी जय राधा माधव। जय कुंज विहारी हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्ण। इष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भागवते उत्तम श्लोके भक्तिर्भवति नैष्टगी। मूकं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्य ईश्वरम्। ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथानिदं तं सजीवं कृष्ण चैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखानिदांश्च। हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिका कान्त राधा कान्त नमस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ഓം തത്സത്. ശ്രീമദ്ഭഗവത്ഗീതയുടെ ആദ്യത്തെ അധ്യായമായ പ്രഥമാധ്യായമായ അർജുന വിഷാദയോഗം അഥവാ കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം അവസാനിച്ചു. യുദ്ധോത്സുകരായിട്ട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അണിനിരുന്ന എൻ്റെ പക്ഷക്കാരായിട്ടുള്ള കൗരവ പക്ഷക്കാരും എൻ്റെ സഹോദരനായിട്ടുള്ള പാണ്ഡുവിന്റെ പക്ഷക്കാരായിട്ടുള്ള പാണ്ഡുപുത്രന്മാരും എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് സഞ്ജയൻ വിശദമായിട്ട് മറുപടി പറഞ്ഞു. രണ്ട് സൈന്യങ്ങളിലെയും സേനാധിപന്മാരെയും സർവസൈന്യാധിപന്മാരെയും മറ്റു യോധ മുഖ്യന്മാരെയും രഥികളെയും അതിരഥികളെയും മഹാരഥികളെയും എല്ലാം പരിചയപ്പെടുത്തി. അതിനുശേഷം നമ്മുടെ ഇതിഹാസ പുരുഷന്മാരായിട്ടുള്ള അർജുനനും ഗോവിന്ദനും യുദ്ധകളത്തിലെത്തി. തന്റെ ശത്രുക്കളെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ച അർജുനൻ
ഭഗവാനോട് രണ്ട് സൈന്യത്തിന്റെയും നടുവില് തന്റെ രഥത്തെ തേരിനെ കൊണ്ടു നിർത്താനായിട്ട് അഭ്യർത്ഥിച്ചു. ഇപ്രകാരം ആരെ കണ്ടാലാണോ അർജുനന്റെ ഉള്ളില് പണ്ടുണ്ടായിരുന്ന മമത്വബോധം, ദയ, കാരുണ്യം ഇതെല്ലാം വരുന്നത്, അങ്ങനെയുള്ള ഭീഷ്മ പിതാമഹൻ, ദ്രോണാചാര്യര്, കൃപാചാര്യര്, ശകുനിമാമൻ, ശല്യമാമൻ, തന്റെ ജ്യേഷ്ഠന്മാര്, ഇങ്ങനെയുള്ള മഹാരഥന്മാരുടെ മുന്നില് രഥം കൊണ്ടുപോയി നിർത്തി അർജുനനോട് പറഞ്ഞു, അർജുന, ഇവരെല്ലാവരും നിന്റെ വംശത്തിലെ ആളുകൾ തന്നെയാണ്, കുരുവംശത്തിൽ ജനിച്ചവരാണ്. നീ അവരെ അവസാനമായിട്ട് കണ്ടുകൊള്ളൂ. കാരണം ഇത് ധർമ്മയുദ്ധമാണ്, ആരും അവശേഷിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടതോടു കൂടിയിട്ട് അർജുനന് വലിയ വിഷാദമായി. കാരണം താൻ സങ്കല്പിച്ചു വെച്ചിരിക്കുന്നത് വേറെ, ഇതാ യാഥാർത്ഥ്യത്തിൽ വന്നു നിൽക്കുന്നത് വേറെ. അങ്ങനെ പെട്ടെന്നുണ്ടായിട്ടുള്ള അനുകമ്പയാൽ അദ്ദേഹം വികാരപരവശനായിട്ട് തീർന്നു. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയും ശാരീരിക അവസ്ഥയും എല്ലാം തകർന്നു. മാത്രമല്ല, വെറും 2 ദിവസം മുമ്പ് സഞ്ജയൻ മുഖാന്തിരം ധൃതരാഷ്ട്ര മഹാരാജാവ് ഒരു ദൂത് അല്ലെങ്കിൽ ഒരു പ്രത്യേക കത്ത് കൊടുത്തയച്ചിരുന്നു. അതിലെ ഉള്ളടക്കവും ഇപ്പോ കണ്ടു നിൽക്കുന്ന കാഴ്ചകളുമെല്ലാം സമ്മേളിച്ചപ്പോൾ അദ്ദേഹത്തിന് ദുഃഖം സഹിക്കാൻ പറ്റാതായി. തന്നെ എടുത്തു വളർത്തിയിട്ടുള്ള, ലാളിച്ചിരുന്ന പിതാമഹനെ എനിക്ക് വധിക്കേണ്ടി വരും, എനിക്ക് വിദ്യ അഭ്യസിച്ചു തന്ന, ധനുർവേദവുമെല്ലാം അഭ്യസിച്ചു തന്ന തന്റെ പുത്രനേക്കാളും എന്നെ സ്നേഹിച്ചിട്ടുള്ള എന്റെ ആചാര്യനായിട്ടുള്ള കൃപാചാര്യരെയും ദ്രോണാചാര്യരെയും എല്ലാം വധിക്കേണ്ടി വരും. അങ്ങനെയുള്ള ചിന്തകള് അർജുനനെ പെട്ടെന്ന് തന്നെ ധർമാവസ്ഥയിൽ നിന്ന് മൂഢാവസ്ഥയിൽ എത്തിച്ചു. വ്യാമോഹം വന്നു അദ്ദേഹത്തിന്. ധർമ്മമേത് അധർമ്മമേതെന്ന് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. അങ്ങനെ എന്ത് ചെയ്യേണ്ടു എന്ന് ഒരു പിടിപാടില്ലാതിരിക്കുന്ന സമയത്ത് അനേകം ധർമ്മവാക്യങ്ങളെല്ലാം പറഞ്ഞ് യുദ്ധം കരണീയമല്ല, യുദ്ധം ചെയ്യുന്നത് നല്ലതല്ല, അത് മഹാപാതകമാണ്, അതെന്റെ വംശത്തെ നശിപ്പിക്കും, എന്റെ കുലത്തെ നശിപ്പിക്കും, ക്ഷത്രിയ വർണ്ണത്തെ തന്നെ മുഴുവനും ഇല്ലാതാക്കും. അങ്ങനെ ഞങ്ങളുടെ വംശത്തില് മോശമായിട്ടുള്ള മിശ്രസന്തതികളെല്ലാം ജനിക്കാനിട വരും, ഞങ്ങളുടെ കുലസ്ത്രീകളെല്ലാം നശിക്കും, അവർക്ക് ശരീരം വിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഈ യുദ്ധം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. യുദ്ധം ചെയ്യുന്നത് നരകലോകങ്ങളിലേക്കാണ് എന്നെ നയിക്കുക, അല്ലാതെ ഉത്കൃഷ്ട ലോകങ്ങളിലേക്കല്ല. അത് എന്റെ ശ്രേയസിനും പ്രേയസിനും തടസ്സം നിൽക്കുമെന്നെല്ലാം അർജുനൻ അനേകം ശ്ലോകങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് വാദിച്ചു. പക്ഷെ ഗോവിന്ദൻ ഒന്നിനും തന്നെ മറുപടി പറഞ്ഞില്ലേ. കാരണം ഇതെല്ലാം അദ്ദേഹത്തിന്റെ ധർമ്മസമ്മൂഢത്തിൽ നിന്ന് വന്നതാണ്, ഉള്ളിൽ നിന്ന് വന്നതല്ല. അർജുനൻ അഹിംസാവാദിയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ യുദ്ധത്തിന് തന്നെ വരില്ലായിരുന്നു. ഇനി ഞാൻ ഉപദേശിച്ചു കഴിഞ്ഞാലും ഇദ്ദേഹം അഹിംസാവാദി ആയിരുന്നെങ്കിൽ യുദ്ധം ചെയ്യില്ലായിരുന്നു. ഇങ്ങനെയെല്ലാം വിചാരിച്ച് ഒരു മനോരോഗി പറയുന്നതെല്ലാം കേൾക്കാം, ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കാം എന്നുള്ള ഒരു വിചാരത്തോട് കൂടിയിട്ട് ഗോവിന്ദൻ അതെല്ലാം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു കൊണ്ട് അതെല്ലാം ശ്രവിച്ചു. ഗോവിന്ദൻ മൗനം ഭജിച്ചതോട് കൂടിയിട്ട് വീണ്ടും 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 അനേകം വലിയ ഗ്രന്ഥങ്ങളിൽ നിന്ന്, മഹത് ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം ശ്ലോകങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. പക്ഷെ ഇവിടെ അച്യുതന് യാതൊരു കുലുക്കവും ഉണ്ടായില്ല. അങ്ങനെ ഞാനിനി യുദ്ധം ചെയ്യില്ല, നിരായുധനായ എന്നെ ആയുധം കയ്യിലേന്തിയിട്ടുള്ള ധൃതരാഷ്ട്രപുത്രന്മാര് വധിച്ചോട്ടെ, അതായിരിക്കും എനിക്ക് ശ്രേയസ്കരം. ഒരുപക്ഷെ അതുകൊണ്ട് എന്റെ പേരും പ്രശസ്തിയുമെല്ലാം ലോകമെങ്ങും വാഴ്ത്തപ്പെടും, ഞാൻ സ്വർഗാദി ലോകങ്ങളിലേക്ക് ഉയർത്തപ്പെടും എന്നുള്ള മൂഢചിന്തയെല്ലാം വന്ന് അദ്ദേഹം തന്റെ പ്രധാനപ്പെട്ട ഗാണ്ഡീവം എന്ന് പറയുന്ന ധനുസ് അവിടേക്ക് വലിച്ചെറിഞ്ഞ്, തന്റെ ശരങ്ങളെല്ലാം നിറഞ്ഞ ആവനാഴിയും വലിച്ചെറിഞ്ഞ് വളരെയധികം വിഷാദത്തോട് കൂടിയിട്ട് കണ്ണുകളിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീരെല്ലാം അവിടെ വീഴ്ത്തിക്കൊണ്ട് തേരിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് തലയ്ക്ക് കയ്യും കൊടുത്ത് ഇരിപ്പായി എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ അധ്യായം ഉപസംഹരിച്ചത്. അവിടെ നിന്ന് തന്നെയാണ് ഇവിടെ ആരംഭിക്കുന്നതും. നോക്കൂ, ഈ അധ്യായത്തിന്റെ വിഭജനമെല്ലാം ഈ അടുത്ത കാലത്ത് ഉണ്ടായതാണ്. അപ്പൊ അതുകൊണ്ട് അർജുന, ഞാൻ 1-ാം അധ്യായം പറഞ്ഞു കഴിഞ്ഞു, ഇനി 2-ാം അധ്യായം പറയാൻ പോകുകയാണ്, അല്ലെങ്കിൽ 2-ാമത്തെ ലെസൺ പഠിപ്പിക്കാൻ പോകുകയാണ് എന്നൊന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇവിടെ നമ്മളെ പോലുള്ള അല്പജ്ഞാനികളായിട്ടുള്ള അല്ലെങ്കിൽ ഓർമ്മയില്ലാത്ത മന്ദബുദ്ധികളായിട്ടുള്ള മന്ദമന്ദന്മാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ആചാര്യന്മാര് ഈ അധ്യായമെല്ലാം ഇങ്ങനെ ക്രോഡീകരിച്ചിരിക്കുന്നത്. അങ്ങനെ അതിന്റെ തുടർച്ചയെന്നോണം ഇവിടെ സഞ്ജയൻ പറയുകയാണ്. അങ്ങനെ ഇവിടെ സഞ്ജയൻ പറയുകയാണ്, കഴിഞ്ഞ ശ്ലോകത്തിന്റെ അതേ ആരംഭം തന്നെ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ 2-ാം അധ്യായം വായിക്കുകയാണെങ്കിൽ കഴിഞ്ഞ
അധ്യായത്തിൽ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ കഴിഞ്ഞ ഭാഗത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പറയുന്ന ഭാഗമാണ് ഇനി പറയാൻ പോകുന്നത്. എന്താ പറയുന്നത്? സഞ്ജയ ഉവാച, അല്ലെ, സൂതപുത്രനായിട്ടുള്ള ഗവൽഗണന്റെ പുത്രനായിട്ടുള്ള സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറഞ്ഞു, തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷേദന്തമിതം വാക്യം ഉവാച മധുസൂദനഃ. സഞ്ജയൻ പറഞ്ഞു, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, അങ്ങനെ കരുണാർദ്ധനായി അശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നവനായ അർജുനനെ കണ്ടിട്ട് മധുസൂദനൻ ഇപ്രകാരം പറഞ്ഞു. ഈ ശ്ലോകത്തിന്റെ ആശയവിശദീകരണം, ഭാവാർത്ഥം എഴുതിയ അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഭൗതികമായ അനുകമ്പയും വിലാപവും കണ്ണുനീരുമെല്ലാം ആത്മാവിനെ കുറിച്ചുള്ള അജ്ഞാനത്തിന്റെ ലക്ഷണങ്ങളാണ്. ശാശ്വതാത്മാവിനോടുള്ള അനുകമ്പയാണ് ആത്മസാക്ഷാത്കാരം. മധുസൂദന എന്ന നാമം ഇവിടെ വളരെ അർത്ഥവത്താണ്. പണ്ട് മധു എന്ന രാക്ഷസനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അർജുനന് വേണ്ടത് തന്റെ കൃത്യനിർവഹണത്തിന് തടസ്സമായി നിൽക്കുന്ന വ്യാമോഹം എന്ന അസുരനെ നശിപ്പിക്കലാണ്. എവിടെയാണ് കരുണ കാണിക്കേണ്ടതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. മുങ്ങിച്ചാകാൻ പോകുന്ന ഒരാളുടെ ഉടുപ്പിനോട് കരുണ കാട്ടുന്നത് ബുദ്ധിശൂന്യതയാണ്. അജ്ഞാനമാകുന്ന കടലിൽ വീണ ഒരു മനുഷ്യന്റെ ഭൗതിക ശരീരത്തെ രക്ഷിച്ചു എന്നതുകൊണ്ട് മാത്രം അയാൾ ഒരിക്കലും രക്ഷപ്പെടുന്നില്ല. ഇതറിയാതെ ആ വസ്ത്രത്തിനെ കുറിച്ച് വ്രതാ വിലപിക്കുന്ന ഒരാളെ ശൂദ്രനായി മാത്രമേ കരുതാനാവൂ. അനാവശ്യമായി ദുഃഖിക്കുകയാണ് അദ്ദേഹം. അർജുനൻ ക്ഷത്രിയനാണ്. ക്ഷത്രിയന് അനുയോജ്യമല്ല ഇത്തരത്തിലുള്ള സ്വഭാവം. ഇപ്രകാരമുള്ള പെരുമാറ്റം അർജുനനിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അജ്ഞനായ മനുഷ്യന്റെ വിലാപത്തെ ശമിപ്പിക്കുവാൻ ഭഗവാൻ ശ്രീകൃഷ്ണന് കഴിവുണ്ട്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ശ്രീമദ് ഭഗവത്ഗീത ഉപദേശിച്ചത്. ഈ അധ്യായത്തിൽ പരമാധികാരിയായ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൗതിക ശരീരത്തെയും ആത്മാവിനെയും കുറിച്ച് നിഷ്കൃഷ്ടമായ പഠനം നടത്തി നമ്മെ ആത്മസാക്ഷാത്കാരത്തിൽ എത്തിക്കുന്നു. കർമ്മഫലേച്ഛയില്ലാതെ തന്റെ മൂലസ്വരൂപ സങ്കല്പത്തിൽ വർത്തിക്കുമ്പോൾ മാത്രമേ ഈ ആത്മസാക്ഷാത്കാരം സാധ്യമാകൂ. അങ്ങനെ നാം 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചു. 2-ാം അധ്യായത്തിന്റെ പേരാണ് ഗീതാവിഷയ സംഗ്രഹം. വൈഷ്ണവര് കൊടുത്തിട്ടുള്ള പേര്. എന്താണ് ഇതില്? ശ്രീമദ് ഭഗവത്ഗീതയിലെ എന്തെല്ലാം വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, പറയാൻ പോകുന്നത്, അതെല്ലാം സംഗ്രഹിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. 2-ാം അധ്യായത്തില് സകലതിനെയും കുറിച്ച്, ഇനി ഭഗവാൻ പറയുന്ന കർമ്മയോഗത്തെ കുറിച്ച്, ജ്ഞാനയോഗത്തെ കുറിച്ച്, ധ്യാനയോഗത്തെ കുറിച്ച്, ബുദ്ധിയോഗത്തെ കുറിച്ച്, ഭക്തിയോഗത്തെ കുറിച്ച്, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ കുറിച്ച് എല്ലാം ഇതില് വളരെ സംക്ഷിപ്തമായിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങളോടുള്ള സംശയമാണ് അർജുനൻ ഇനി ഭഗവാനോട് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ഏകദേശം ശ്രീമദ് ഭഗവത്ഗീതയെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ 2-ാം അധ്യായം നല്ലപോലെ പഠിച്ചാൽ മതി. അതുപോലെ തന്നെ 18-ാം അധ്യായവും ഇതുപോലെ തന്നെയാണ്, ഗീതാവിഷയ സംഗ്രഹം. ഇവിടെ പറയാൻ പോകുന്ന വിഷയങ്ങളെ കുറിച്ച് സംഗ്രഹിച്ച് പറയുകയാണെങ്കിൽ 18-ാം അധ്യായത്തിൽ പറഞ്ഞു കഴിഞ്ഞ വിഷയങ്ങളെ ഒന്നും കൂടി നമുക്ക് റിവിഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഏറ്റവും വലിയ 2 അധ്യായങ്ങളാണ് 2-ാം അധ്യായവും 18-ാം അധ്യായവും. വേദാന്തികൾ ഇതിനെ സാഖ്യായോഗം എന്നാണ് വിളിക്കുന്നത്. കാരണം കൂടുതലും ആത്മാവിനെ കുറിച്ചും ഭൗതിക ശരീരത്തെ കുറിച്ചുമാണ് പറയുന്നത്. ഇപ്രകാരം ആത്മാവിനെ കുറിച്ചും ഭൗതിക ശരീരത്തെ കുറിച്ചുമുള്ള വിശകലന പഠനം, ആ ഒരു നാരിഴക്കീറിയുള്ള ഒരു പഠനത്തെയാണ് സാഖ്യായോഗം എന്ന് പറയുന്നത്. എണ്ണി എണ്ണി പറയുക. സംഖ്യ എന്ന് പറഞ്ഞ എണ്ണല്. അപ്പൊ സാഖ്യായോഗം എണ്ണി ആത്മാവ് ശാശ്വതമാണ്, ശരീരം ശാശ്വതമല്ല, അല്ലെ, ആത്മാവ് നിത്യമാണ്, ശരീരം നിത്യമല്ല, ആത്മാവ് സച്ചിദാനന്ദ സ്വരൂപന്റെ വിഭിന്നാംശമാണ്, അത് നശിക്കുന്നതാണ്, ഇത് പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചതാണ്, മറ്റേത് പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചതല്ല. ഇങ്ങനെ ഇതിനെ മുറിക്കാൻ സാധിക്കും, ഇതിനെ മുറിക്കാൻ സാധിക്കില്ല, ഇതിനെ പൊട്ടിക്കാൻ സാധിക്കും, ഇതിനെ ഉരുക്കാൻ സാധിക്കും, കുതിർക്കാൻ സാധിക്കും, വലിച്ചു നീട്ടാൻ സാധിക്കും, ഉണക്കാൻ സാധിക്കും, തണുപ്പിക്കാൻ സാധിക്കും. ആത്മാവിനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ ഒരു വിശകലനാത്മകമായിട്ടുള്ള ഒരു പഠനമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് വേദാന്തികൾ അതിന് പറയുന്നു സാഖ്യായോഗം, സാഖ്യ സിദ്ധാന്തം. ആത്മാവിനെ കുറിച്ചും അതീന്ദ്രിയമായിട്ടുള്ള ആ ആത്മാനുഭൂതിയുള്ള ജീവനെ കുറിച്ച് അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ച്, ആത്മശബ്ദത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള നശിച്ചു പോകുന്ന, അല്ലെ, നശ്വരമായിട്ടുള്ള ഭൗതിക ശരീരത്തെ കുറിച്ച്, അതിലുള്ള സൂക്ഷ്മ ശരീരത്തെ കുറിച്ചും സ്ഥൂല ശരീരത്തെ കുറിച്ചുമെല്ലാം വിശദീകരിക്കുന്നു. 3 ശരീരങ്ങളുണ്ട്, കാരണ ശരീരം, സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം. അപ്പൊ അതിനെ കുറിച്ചിട്ടെല്ലാം വിശദമായിട്ട് പറയുന്ന ഒരു അധ്യായമായതുകൊണ്ട് വേദാന്തികൾ ഇതിനെ
സാഖ്യായോഗം എന്ന് പറയുന്നു. നമ്മളെ പോലുള്ള വൈഷ്ണവര് ഇതിനെ ഗീതാവിഷയ സംഗ്രഹം എന്ന് പറയുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്. അങ്ങനെ ആദ്യത്തെ ശ്ലോകത്തില് കഴിഞ്ഞ ശ്ലോകത്തിന്റെ തുടർച്ച എന്നോണം സഞ്ജയൻ പറയുകയാണ് ധൃതരാഷ്ട്ര മഹാരാജാവിനോട്, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, തഥാ അപ്പോൾ തം അവൻ, ആര്? നമ്മുടെ വില്ലാളി വീരനായിട്ടുള്ള അർജുനൻ, കൃപയാ ആവിഷ്ട, കൃപയാൽ ആവേശിതനായി, കൃപയെല്ലാം വന്നു ചേർന്നു. അല്ലെ, വെളിച്ചപ്പാടിന് എങ്ങനെയാണ് ആ ഒരു ആത്മാനുഭൂതി വരുന്നത്? പതുക്കെ പതുക്കെ ആ കൊട്ടിന്റെയും പാട്ടിന്റെയും എല്ലാം അകമ്പടിയില്, അല്ലെ, കോമരങ്ങൾക്ക് അല്ലെങ്കിൽ അയ്യപ്പൻ വിളക്കിന്റെ സമയത്ത് ആ ഉറഞ്ഞു തുള്ളുന്നവർക്ക് എങ്ങനെയാണ് വികാരാവേശം വരുന്നത്, അതുപോലെ ഇവിടെ കൃപയെല്ലാം പതുക്കെ പതുക്കെ ആവേശിച്ച് ആവിഷ്ടനായിട്ട്, എങ്ങനെ പരമമായിട്ടുള്ളത്, അല്ലെ, എപ്രകാരമാണ് എന്റെ മുത്തച്ഛനെ ഞാൻ വധിക്കുക, ഉപദ്രവിക്കുക? അവരെല്ലാം ശ്രേഷ്ഠന്മാരാണല്ലോ, അവരെല്ലാം പൂജനീയരല്ലേ, അവരെല്ലാം ആദർശവാദികളല്ലേ, കുലത്തിന്റെ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികളാണ്. അവരെ കായേന വാചാ മനസേന്ദ്രിയർവ, ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകളോ കൊണ്ടോ അവരെ മുറിവേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള ഞാൻ എപ്രകാരമാണ് അവരോട് യുദ്ധം ചെയ്യുക? ഇനി അവര് യുദ്ധം ചെയ്താലും ഞാൻ എങ്ങനെയാണ് എതിരിടുക? ഇങ്ങനെയുള്ള അനേകം സംശയങ്ങളോട് കൂടിയിട്ട് കൃപയാ ആവിഷ്ട, കൃപ, ദയ, കാരുണ്യമെല്ലാം ആവേശിച്ചിട്ട് അശ്രുപൂർണ കുലേക്ഷണം, നിറഞ്ഞ കണ്ണുകളോട് കൂടിയിട്ട്, അല്ലെ, ധാരധാരയായിട്ട് ഇങ്ങനെ ഒഴുകുകയാണ്. ഞാനിനി യുദ്ധം ചെയ്യല്ലേ ഗോവിന്ദ, അച്യുത, ഞാനിനി യുദ്ധം ചെയ്യല്ലേ, എന്നെ കൊണ്ടുപോകൂ, ഇതിനാണോ നീ കൊണ്ടുവന്നത്, നിനക്കെങ്കിലും പറയാമായിരുന്നില്ലേ എന്നെല്ലാം വിലപിച്ചുകൊണ്ട്, കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു നമ്മള്, കഴിഞ്ഞ അധ്യായത്തില് ഇപ്രകാരം നിറഞ്ഞ് ആ തൂകിയ കണ്ണുകളോട് കൂടിയവനായിട്ട്, കണ്ണുനീർ നിറഞ്ഞവനായിട്ട്, കൃപ ആവേശിച്ചവനായിട്ട്. നോക്കൂ, ഇവിടെ അർജുനന്റെ ഭാവത്തെ എത്ര തന്നെ പറഞ്ഞിട്ടും വേദവ്യാസ മഹർഷിക്ക് സംതൃപ്തി വരുന്നില്ല. കാരണം അർജുനന്റെ, ഗീതയുടെ മഹത്വം പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരാള് കയ്യും കാലും ഒടിഞ്ഞു, എന്നിട്ട് ഒരു വൈദ്യരുടെ അടുത്തേക്ക് പോയി. ഒരു 2 മാസം ചികിത്സിച്ചതിന് ശേഷം അദ്ദേഹം പതുക്കെ ഓട്ടോറിക്ഷയിൽ കയറിപ്പോയി. അപ്പൊ അവിടുത്തെ ആളുകൾ പറയും, ഓ അത്ഭുതം തന്നെ, അല്ല, 2 കാലും 2 കയ്യും ഒടിഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. എന്നിട്ട് ഇതാ 2 മാസത്തെ ചികിത്സ കൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ അവിടുത്തെ ഒരു വൈദ്യരുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു രോഗി വന്നു, ആംബുലൻസിലാണ് കൊണ്ടുവന്നത്. 2 കയ്യും 2 കാലും നട്ടെല്ലുമെല്ലാം ഒടിഞ്ഞ് ഒന്നും തന്നെ പറ്റില്ല, ജീവിതത്തിൽ മുഴുവൻ കോമാവസ്ഥയിൽ കിടക്കേണ്ട ആളാണ്. എന്തിനു പറയുന്നു, 3 മാസം കൊണ്ട് അദ്ദേഹം വൈദ്യരുടെ അടുത്തുനിന്ന് നടന്നാണ് പോയത്. അപ്പൊ ഏതാ മഹത്വം? രണ്ടാമത് പറഞ്ഞതാണോ ആദ്യത്തും പറഞ്ഞതാണോ? അങ്ങനെ അപ്പോ ആ ഗുരുതരമായിട്ടുള്ള അവസ്ഥയെ, അല്ലെ, ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചു ആര്? ശ്രീമദ് ഭഗവത്ഗീത. അപ്പൊ ശ്രീമദ് ഭഗവത്ഗീതയുടെ മഹത്വം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വേദവ്യാസ മഹർഷി അർജുനന്റെ ഇപ്പോഴത്തെ ശാരീരിക അവസ്ഥ, മാനസിക അവസ്ഥയെ കുറിച്ച്, ബുദ്ധിപരമായിട്ടുള്ള അവസ്ഥയെ കുറിച്ച് പറയുന്നത് 3 വാക്കുകളെ കൊണ്ട്. എന്താണ്? കൃപയാ ആവിഷ്ട, ഇതെല്ലാവർക്കും വരുന്നതാണ്. അതിലിപ്പം എന്തിട്ട പ്രത്യേകത? ഞങ്ങൾക്കും വരാറുണ്ട്, ഞങ്ങളും കുറച്ചു നേരമൊക്കെ കരയാറുണ്ട് പ്രഭു എന്ന് പറഞ്ഞാൽ അശ്രുപൂർണ കുലേക്ഷണം. നിങ്ങള് ഏങ്ങലടിച്ചുകൊണ്ട് കരയാറുണ്ടോ? അതും വില്ലാളി വീരനായിട്ടുള്ള മീശയെല്ലാം വെച്ച് വിറപ്പിച്ച് 77 വയസ്സിൽ ഇവിടെ വന്ന് നിൽക്കാണ് വീരശൂര പരാക്രമി, മഹാരഥി, സർവസൈന്യാധിപൻ, എല്ലാവരെയും തോൽപ്പിച്ചവൻ, മഹാദേവനെ പോലും തോൽപ്പിച്ച് പാശുപതാശ്രം കയ്യിലേന്തിയവൻ, അങ്ങനെയുള്ള വിശിഷ്ടനായിട്ടുള്ള ഒരു യോദ്ധാവാണ്. അവനാണ് ഇവിടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോട് കൂടിയിട്ട് കൃപയാൽ ആവിഷ്ടനായിട്ട് ഇവിടെ ഇരിക്കുന്നത്. എന്നിട്ടോ വിഷീദന്തമിതം, വിഷാദത്തോട് കൂടിയിട്ട്, അത്യന്തം വിഷാദത്തോട് കൂടിയിട്ട്, വളരെയധികം ദുഃഖിതനായിട്ട്, ജീവിക്കാൻ തന്നെ ആഗ്രഹമില്ലാത്തവനായിട്ട്. അതാണ്. അപ്പൊ 3 പദങ്ങളെ കൊണ്ടാണ് അർജുനന്റെ ഈ ഒരു അവസ്ഥ ഇവിടെ വേദവ്യാസ മഹർഷിയിലൂടെ സഞ്ജയൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. എന്നിട്ട് വാക്യം ഉവാചഹ, ഇപ്രകാരമുള്ള വാക്യങ്ങളെ പറഞ്ഞു ധൃതരാഷ്ട്ര മഹാരാജാവിനോട്. അല്ലെ, ആര്? മധുസൂദനഹ, മധുസൂദനനോട്. തം, അവൻ, ആര്? വില്ലാളി വീരനായിട്ടുള്ള അർജുനൻ. എങ്ങനെ ഇരിക്കുന്നവൻ? കൃപയാ ആവിഷ്ട അശ്രുപൂർണ കുലേക്ഷണം വിഷീദന്തൻ. ഇങ്ങനെ അത്യന്തം വിഷാദഗ്രസ്തനായിരിക്കുന്നവനും കരഞ്ഞു കലങ്ങിയ കണ്ണുകളോട് കൂടിയിരിക്കുന്നവനും കൃപയാൽ ആവേശിച്ചവനുമായ അവൻ ആരാണ്? അർജുനൻ. ചിലപ്പോ ആദ്യമായിട്ട് വായിക്കുന്ന ആളുകൾക്ക് ചിലപ്പോ ആരാണെന്ന് തോന്നും, പക്ഷെ നമുക്ക് തോന്നില്ല. കാരണം എന്താണ്? കഴിഞ്ഞ അധ്യായത്തിന്റെ തുടർച്ച തന്നെയാണ്. അവൻ, വില്ലാളി വീരനായ അർജുനൻ,
നമ്മുടെ മധുസൂദനനോട്. മധു നാംനാം രാക്ഷസം ഇതി സൂദനം മധുസൂദനഃ. വിഷ്ണു സഹസ്രനാമത്തില് മധു എന്ന പേരുള്ള രാക്ഷസനെ, അസുരനെ വധിച്ച് അവന് മോക്ഷം നൽകിയവൻ, സൂദനം ചെയ്തവനാണ്. അല്ല, ഇവിടെ എന്താ അങ്ങനെ പേര് പറയാൻ കാരണം എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടെയും ഒരു രാക്ഷസനുണ്ട്, എവിടെ കാണാനില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജുനന്റെ മനസ്സിന്റെ ഉള്ളിലാണ് ഈ രാക്ഷസൻ ഇരിക്കുന്നത്. ഏത് രൂപത്തില്? സംശയ രൂപത്തില്, വ്യാമോഹം എന്ന രൂപത്തില്, മോഹം എന്ന രൂപത്തില്, അല്ലെ? അങ്ങനെ ആർക്കും വേണ്ടാത്ത മോശമായിട്ടുള്ള ആ വികാരങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സംഭ്രമം ജനിച്ചിരിക്കുന്നു. യുദ്ധത്തിൽ ജയിക്കുമോ തോൽക്കുമോ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, അങ്ങനെ ഒരു പ്രത്യേക തീരുമാനമെടുക്കുവാനായിട്ട് അജ്ഞാനിയായിട്ടുള്ള അല്ലെങ്കിൽ ബന്ധുമിത്രാദികളെ കണ്ട് മമത്വബോധം ആവേശിച്ചവനായിട്ടുള്ള നമ്മുടെ വില്ലാളി വീരനായിട്ടുള്ള മഹാരഥനായിട്ടുള്ള അർജുനന് സാധിക്കുന്നില്ല. അപ്പൊ ഇവിടെ രാക്ഷസനോടാണ് അത് ഉപമിക്കുന്നത്. അങ്ങനെയുള്ള അജ്ഞാനമാകുന്ന എന്റെ വ്യാമോഹമാകുന്ന ആ ഒരു രാക്ഷസനാകുന്ന അജ്ഞാനത്തെ നശിപ്പിച്ചു തരണേ, നിനക്ക് എന്തും ചെയ്യാനായിട്ട് സാധിക്കും. വലിയ വലിയ രാക്ഷസന്മാരെയും രാക്ഷസികളെയും എല്ലാം നീ ചെറുപ്പത്തിൽ തന്നെ വധിച്ചവനാണ്, പിന്നെയാണോ ഇപ്പൊ വധിക്കാൻ ബുദ്ധിമുട്ട്? അതുകൊണ്ട് താങ്കൾക്കെല്ലാം തന്നെ ചെയ്യാം. അർജുനന് വിശ്വാസമുണ്ട്. അതാണ് ശ്രദ്ധ, വിശ്വാസം, ദൃഢവിശ്വാസം, പരിപൂർണ വിശ്വാസമുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലും ആധ്യാത്മിക ഗുരുവിലും മാർഗദർശികളായിട്ടുള്ള ഭക്തന്മാരിലും നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ അവര് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ അർജുനൻ അതുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ട് നമ്മൾ കണക്കിലെടുക്കേണ്ടത്. അങ്ങനെ ഇദ്ദേഹം എന്റെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കും, എന്റെ വ്യാമോഹത്തെ നശിപ്പിച്ചു തരും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തെയാണ് ഇവിടെ മധുസൂദന എന്ന പദം കൊണ്ട് ഉച്ചരിക്കുന്നത്. അങ്ങനെ ഭഗവാൻ പറയാനായിട്ട് ആരംഭിച്ചു. കഴിഞ്ഞ 46 ശ്ലോകങ്ങളിൽ ഭഗവാൻ എന്തെങ്കിലും പറഞ്ഞാ? ഒന്നും പറഞ്ഞില്ല, അല്ലെ? ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിലും ഒന്നും പറഞ്ഞില്ല. രണ്ടാമത്തെ അധ്യായത്തില് 2ാമത്തെ ശ്ലോകത്തിലാണ് ഇവിടെ ഭഗവാൻ വായ തുറക്കുന്നത്. അപ്പൊ 1-ാം അധ്യായം വായിക്കണ്ടേ പ്രഭു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായിക്കണം. 1-ാം അധ്യായത്തില് അർജുനൻ പറയുന്ന വിഡിത്തങ്ങളുടെ ഉത്തരമാണ് ഇവിടെ 2-ാം അധ്യായത്തിൽ ഭഗവാൻ പറയാൻ പോകുന്നത്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോ ചോദ്യം അറിയില്ലെങ്കിൽ പിന്നെ ഉത്തരം നമുക്ക് മനസ്സിലാക്കുവോ? ഇല്ല, ബുദ്ധിമുട്ടാണ്. മാത്രമല്ല പരോക്ഷമായിട്ട് ഉവാച പാർത്ഥ പൈശ്യൈതാൻ സമവേദാൻ കുരുനിധി എന്ന് ഭഗവാൻ പറഞ്ഞതായിട്ട് സഞ്ജയൻ പറയുന്നുണ്ട്. അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, ഇപ്രകാരം 2 സൈന്യങ്ങളുടെയും നടുവിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പ്രധാനപ്പെട്ട മഹാരഥന്മാരുടെ മുന്നിൽ നിർത്തിയിട്ട് നമ്മുടെ ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലയോ പാർത്ഥ, കുരുവംശത്തിലെ ആളുകളെ നീ കണ്ടുകൊള്ളൂ എന്ന് പറയുന്നുണ്ട്. പരോക്ഷമായിട്ടാണെന്ന് മാത്രം, പ്രത്യക്ഷമായിട്ടല്ല. ഇവിടെ പ്രത്യക്ഷ ശബ്ദമാണ് പറയുന്നത്. അതായത് ശ്രീ ഭഗവാൻ ഉവാച എന്ന ശബ്ദത്തോട് കൂടിയിട്ടാണ് 2-ാം അധ്യായത്തിന്റെ 2-ാം ശ്ലോകം ആരംഭിക്കുന്നത്. ചില വേദാന്തികൾ ഇവിടം മുതലാണ് ശ്രീമദ് ഭഗവത്ഗീതയെ ഗണിച്ചിരിക്കുന്നത്. ഇവിടെ മുതലാണ്. കാരണം ഭഗവത് ശബ്ദം ഇവിടെ മുതലാണല്ലോ, പിന്നെ എന്തിനാ ഞങ്ങൾ അതെല്ലാം പഠിക്കണം? അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ട്. പക്ഷെ ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള വൈഷ്ണവരായിട്ടുള്ള ഭഗവത്ഗീത വിദ്യാർത്ഥികളായിട്ടുള്ള നമ്മള് ചട്ടം മുതൽ തന്നെ, അവതാരിക മുതൽ തന്നെ വായിച്ചു തുടങ്ങണം. 1-ാം അധ്യായമല്ല, മറിച്ച് അവതാരിക മുതൽ, ആമുഖം മുതൽ വായിച്ചു തുടങ്ങണം. എന്നാലേ നിങ്ങൾക്ക് ശ്രീമദ് ഭഗവത്ഗീത പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ ഭഗവാൻ എന്താണ് പറയാൻ പോകുന്നത്? നമ്മുടെ കാഴ്ചപ്പാടിലുള്ള ഭഗവാൻ എന്താണ്? ഓ പരമകാരുണ്യവാൻ, അല്ലെ? കാരുണ്യ സിന്ധു, ദയയുടെ നിറകുടം, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അർജുനന്റെ ഭഗവാന്റെ വായിലിരിക്കുന്ന വാക്കുകളെല്ലാം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, ഇതാണോ ഞങ്ങളുടെ ഭഗവാൻ? ഇങ്ങനെയാണോ ഒരു ഭക്തനോട് സംസാരിക്കേണ്ടത്? എങ്ങനെയുള്ള ചിന്തകളെല്ലാം നിങ്ങളുടെ മനസ്സിൽ വരും, അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നത്? എന്തുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ ഇപ്രകാരം സംസാരിക്കുന്നത് എന്നെല്ലാം നമുക്ക് കാലക്രമേണ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം ഭഗവാൻ എന്താണ് പറയുന്നത്. ശ്രീ ഭഗവാനുവാച, പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ കുന്തിപുത്രനായിട്ടുള്ള അർജുനനോട് ഇപ്രകാരം പറഞ്ഞു. കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന. വിവർത്തനം, ട്രാൻസ്ലേഷൻ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീ ഭഗവാൻ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട അർജുന, നിനക്ക് എവിടെന്നാണ് ഈ മാലിന്യം വന്നു പെട്ടത്? ജീവിതത്തിന്റെ മൂല്യം എന്തെന്ന് അറിയുന്ന ഒരാൾക്ക് ഇതൊട്ടും യോജിച്ചതല്ല. ഉപരിലോകങ്ങളിലേക്കല്ല, മറിച്ച് അകീർത്തിയിലേക്കാണ് ഇത് നയിക്കുക. ഈ ശ്ലോകത്തിന്റെ ആശയ വിശദീകരണം, ഭാവാർത്ഥം പർപ്പട്ട്. ഭാവാർത്ഥം എഴുതിയ അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. പരമദിവ്യോത്തമ പുരുഷനും ഭഗവാൻ ശ്രീകൃഷ്ണനും ഒന്ന് തന്നെയാകയാൽ ശ്രീമദ് ഭഗവത്ഗീതയിലെങ്ങും അദ്ദേഹത്തെ ഭഗവാൻ എന്ന് ഉദ്ഘോഷിക്കുന്നുണ്ട്.
പരമസത്യത്തിൽ ആത്യന്തികമായ സ്ഥാനമാണ് ഭഗവാനുള്ളത്. നിരപേക്ഷ തത്വ സാക്ഷാത്കാരം 3 വിധത്തിലാണ്: ബ്രഹ്മം അഥവാ അവ്യക്തിഗതൻ, സർവവ്യാപിയായ ആത്മാവ്, പരമാത്മാവ് അഥവാ ഓരോ ജീവിയുടെയും ഹൃദയത്തിൽ പരമദിവ്യോത്തമ പുരുഷഭാവേന സ്ഥാനീയനായി കുടികൊള്ളുന്ന പരമനിരപേക്ഷ തത്വം, അതായത് ഭഗവാൻ. ഇപ്രകാരം ശ്രീകൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനെന്ന് ഇവിടെ അഭിസംബോധന ചെയ്യുന്നു. ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രഥമസ്കന്ധത്തിലെ 2-ാം അധ്യായത്തിലെ 11-ാം ശ്ലോകത്തിൽ പരമസത്യത്തിന്റെ ഈ തത്വം ഇപ്രകാരം വിവരിക്കുന്നു: വദന്തി തത്വവിദസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. പരമസത്യത്തെ അറിയുന്നവൻ അതിന്റെ സമാനമായ 3 ഭാവങ്ങളിലാണ് സാക്ഷാത്കരിക്കുന്നത്. പരമസത്യത്തിന്റെ ആ ഭാവങ്ങൾ ബ്രഹ്മമായും പരമാത്മാവായും ഭഗവാനായും അറിയപ്പെടുന്നു. അങ്ങനെ ഭഗവാൻ സംസാരിക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോ ഇനി ആദ്യമേ തന്നെ ഭഗവത്ഗീതയായിരിക്കും ഉപദേശിക്കുക. ചിലര് വിചാരിക്കും, അർജുനന്റെ പുറത്ത് തട്ടി ആശ്വസിപ്പിക്കും, കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന്റെ കണ്ണുനീരെല്ലാം തുടച്ചു കൊടുക്കും. അല്ലെ, നീ നന്നായി അർജുന, നീ ചെയ്തത് നന്നായി, ശരിയാണ്, നീ അഹിംസാവാദിയാണ്, നിനക്ക് മാത്രമേ ഇത്തരത്തിലുള്ള സദ്ഗുണങ്ങളെല്ലാം ഉള്ളൂ, നമുക്ക് യുദ്ധം ചെയ്യാതെ തിരിച്ചു പോകാം എന്നെല്ലാമായിരിക്കും വിചാരിക്കുക. ഒരുപക്ഷെ ധൃതരാഷ്ട്ര മഹാരാജാവ് അങ്ങനെ വിചാരിച്ചിരിക്കാം. പക്ഷെ ഇവിടെ ഭഗവാന്റെ വേറൊരു ശൈലിയാണ്, ഭഗവാന്റെ വേറൊരു കാഴ്ചപ്പാടാണ്. കാരണം തന്നെ ശരണം പ്രാപിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു ഉത്തമനായിട്ടുള്ള ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ ഒരു ഭക്തനെ ഭഗവാൻ ഒരിക്കലും കൈവിടുകയില്ല. അതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നമുക്കിനി ശ്രീമദ് ഭഗവത്ഗീതയിലെങ്ങും കാണാൻ പോകുന്നത്. ഭഗവാൻ പറഞ്ഞു, ശ്രീ ഭഗവാനുവാച. ഭഗവാൻ, അപ്പോ പലരും പല ദൈവങ്ങളെയും ഭഗവാൻ ഭഗവാൻ ഭഗവാൻ, ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളെയും അല്ലെ, മാതൃകാ പുരുഷന്മാരെയും ശുദ്ധരായിട്ടുള്ള യോഗികളെയും ഒക്കെ നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കാറുണ്ട്. ചില സ്ഥലങ്ങളിലെല്ലാം കാണും അല്ലെ. മാതാമൃതാനന്ദമയി, ശ്രീ ശ്രീ രവിശങ്കർ, സത്യസായി ബാബ, ഷിർദി സായി ബാബ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികള്, എല്ലാവരെയും ആളുകള് ബഹുമാനം കൊണ്ട് ശ്രീ ഭഗവാൻ എന്ന പേര് ചേർത്തിട്ടൊക്കെ പറയാറുണ്ട്. ഈശ്വരനല്ലേ, അത് ഭഗവാനല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷെ ഭഗവാൻ എന്ന ഒരു പദത്തിന് നിർവചനമുണ്ട്. നമ്മളെല്ലാം സത്സംഗത്തിലെ മീറ്റിംഗ് കൂടുന്നത് പോലെ, അല്ലെങ്കിൽ ലീഡേഴ്സ് മീറ്റിങ്ങിന്റെ പോലെ, അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം അവരുടെ യോഗങ്ങള് സമ്മേളനങ്ങളെല്ലാം വെക്കുന്ന പോലെ മഹർഷിമാരും ഇടയ്ക്കിടയ്ക്ക് വെക്കും. കാരണം അവരും കണ്ടുമുട്ടണ്ടേ, അവർക്കും ഉണ്ടായിരിക്കും സംശയങ്ങളും കാര്യങ്ങളും എല്ലാം. അപ്പൊ അവര് നൈമിഷാരണ്യത്തിൽ വെച്ച് ഇങ്ങനെ മീറ്റിംഗ് എല്ലാം കൂടുന്ന സമയത്ത്, സമ്മേളിക്കുന്ന സമയത്ത് ചില ആളുകൾ പറഞ്ഞു, ചിലര് പറയുന്നു സൂര്യദേവനാണ് ശ്രേഷ്ഠൻ, ചിലർ പറഞ്ഞു ഇന്ദ്രനാണ്, ചിലർ പറഞ്ഞു പൂഷാവാണ്, ആര്യമാനാണ്, ദ്യോതാവാണ്, അല്ല അഷ്ടവസുക്കളാണ്, അശ്വിനി ദേവന്മാരാണ്, മിത്രനാണ്, വിഷ്ണുവാണ്, മഹാദേവനാണ്, ബ്രഹ്മാവാണ്. അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. അവസാനം എല്ലാവരും ചോദിച്ചു, ഞങ്ങളുടെ ചോദ്യത്തിന് വ്യക്തമായിട്ടൊരു ഉത്തരം പറയാനായിട്ട് ആരാണ് സാധിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ വേദവ്യാസ മഹർഷിയുടെ പിതാവായിട്ടുള്ള പരാശര മഹർഷി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, ഭഗം യസ്യ ഇസ്യ ഇതി ഭഗവാൻ ഇതി. ആർക്കാണ് ഭഗമുള്ളത്, ഭാഗ്യമുള്ളത്, അവനെ ഭാഗ്യവാൻ എന്ന് പറയുന്നു, അവനാണ് ഭഗവാൻ. അല്ലെ, ധനമുള്ളവനാണ് ധനവാൻ, കീർത്തിയുള്ളവനാണ് കീർത്തിമാൻ, ശക്തിയുള്ളവനാണ് ശക്തിമാൻ. അതുപോലെ ഭഗം യസ്യേതി ഇതി ഭഗവാൻ ഇതി ശബ്ദതേ. ആർക്കാണ് ഭാഗ്യം അഥവാ ഭഗമുള്ളത്, അവനെ ഭഗവാൻ എന്ന് പറയുന്നു. അപ്പൊ മഹർഷിമാര് പറഞ്ഞു, വ്യക്തമായില്ലേ ഞങ്ങൾക്ക്, ഒന്നുകൂടി അങ്ങ് വിശദീകരിക്കുന്നു പറഞ്ഞു. അപ്പൊ പറഞ്ഞു, 6 തരത്തിലാണ് ഈ ലോകത്തിലെ ഭാഗ്യമെല്ലാം ഉള്ളത്. അല്ലെ, പലരും വിചാരിക്കും ഭാഗ്യം കുറെ തരത്തിൽ വരും എന്ന്. പക്ഷെ ഇവിടെ ഭാഗ്യത്തിന്റെ നിർവചനം എന്ന് പറഞ്ഞാൽ 6 കാര്യങ്ങളാണ്. ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസ്ശ്രീയ ജ്ഞാനവൈരാഗ്യയോ ശൈവാം ക്ഷണാം ഭഗ ഇതീരണഃ. പത്മപുരാണത്തിൽ പറയാം 6 തരത്തിലാണ് ഭാഗ്യം. ഈ 6ഉം 100-ൽ 100% 100% അടങ്ങിയവനെ ഭാഗ്യവാൻ ഭഗവാൻ എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അല്ലെ, അദ്ദേഹത്തിന് സൗന്ദര്യമുണ്ടായിരിക്കണം, ധനമുണ്ടായിരിക്കണം, ശക്തി ഉണ്ടായിരിക്കണം, ബുദ്ധി ഉണ്ടായിരിക്കണം, വിരക്തി ഉണ്ടായിരിക്കണം, അല്ലെ, പേരും പ്രശസ്തിയും ഉണ്ടായിരിക്കണം. ഇങ്ങനെ 6 ഗുണങ്ങൾ 6ലാണ് 100-ൽ 100% ഉള്ളത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഭഗവാൻ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് ഭഗവാൻ എന്ന് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചോളൂ, വിരോധമില്ല. പക്ഷെ അപ്പൊ തന്നെ
ആ വേദവ്യാസ മഹർഷിയുടെ പിതാവായിട്ടുള്ള പരാശര മഹർഷിയുടെ ഈ ഒരു ഉപദേശം നിങ്ങൾ മനസ്സിലാക്കണം. വിളിക്കുന്നതിന് മുന്നേ ഈ 6 ഗുണങ്ങളും ഞാൻ പറയുന്ന വ്യക്തിക്ക് ഉണ്ടോ, ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ബഹുമാനം കൊണ്ട് വേറെ ഏതെങ്കിലും പേര് വിളിക്കുകയായിരിക്കും നല്ലത്. ദേവന്മാരെന്നോ ഉപദേവന്മാരെന്നോ അഷ്ടവസ്തുക്കളെന്നോ അല്ലെങ്കിൽ വിശ്വാവസ്തുക്കളെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. നിങ്ങൾക്ക് ബ്രഹ്മശ്രീ എന്നോ അല്ലെങ്കിൽ ശ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആചാര്യന്മാരെ ബഹുമാനം കാണിക്കുന്ന വാക്കുകളോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ ഭഗവാൻ എന്ന് വിളിക്കുമ്പോൾ ഇത്തരത്തിലുള്ള 6 ഗുണങ്ങളും 6 ഐശ്വര്യങ്ങളും 100-ല് 100%, 100-ല് 100 മാർക്കും ഉണ്ടായിരിക്കണം. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആർക്കും മാത്രമേ ഈ ഒരു പദത്തിന് അഭിസംബോധന ചെയ്യാനായിട്ടുള്ളൂ? പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള നമ്മുടെ ഗോവിന്ദന്, നമ്മുടെ ശ്രീകൃഷ്ണന്, അല്ലെ? മഹാഭാരതമെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വ്യവസ്ഥകളെല്ലാം ഉണ്ടായി. ഗണപതി പറഞ്ഞു, അങ്ങ് ഒരിക്കലും നിർത്തരുത്. എന്റെ തൂലിക, എന്റെ തന്നെ തുമ്പിക്കൈ കൊണ്ടാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ആ കൊമ്പ് വെട്ടിയിട്ട് ഒരു കൊമ്പിന്റെ കഷ്ണം കൊണ്ടാണ്. ആ തൂലിക ഒരിക്കലും നിർത്താൻ പാടില്ല. എപ്പോഴാണ് എന്റെ പേന നിർത്തുന്നത്, അപ്പോൾ ഞാൻ നിർത്തുന്നു പറഞ്ഞു. വേദവ്യാസ മഹർഷി പറഞ്ഞു, ശരി, നീ വെറുതെ എഴുതിയാ പോരാ, നീ എഴുതുന്നതിന് മുന്നേ ഞാൻ പറയുന്ന കാര്യങ്ങളുടെ അർത്ഥമെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം എഴുതുവാന്ന് പറഞ്ഞു. ശരി, അങ്ങനെയുള്ള കണ്ടീഷനിൽ ഉപാധികളോട് കൂടിയിട്ട് മഹാഭാരതം എഴുതാനായിട്ട് ആരംഭിച്ചു. ആ സമയത്ത് അതിൽ അനേകം കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. ദേവേന്ദ്രനും, അല്ലെ, ബ്രഹ്മാവും വിഷ്ണുവും മഹാദേവനും മിത്രനും വരുണനും എല്ലാവരും വരുന്നുണ്ട്. ചന്ദ്രനും ഇന്ദ്രനും എല്ലാം വരുന്നുണ്ട്. ആ സമയത്തെല്ലാം വേദവ്യാസ മഹർഷി കൃഷ്ണദ്വൈപായനൻ ബ്രഹ്മോവാച രുദ്രോവാച, അല്ല, ഇന്ദ്രോവാച, ഇങ്ങനെയാണ് പറയുന്നത്. എല്ലാവരും ഇന്നത് പറഞ്ഞു. ഉവാച ശബ്ദം അത് നമ്മുടെ മഹാവിഷ്ണു, നമ്മുടെ ചെറുപ്പത്തിലെല്ലാം നമ്മൾ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് കണക്കാക്കുന്ന ത്രിമൂർത്തികളിൽ ഒരാളായിട്ടുള്ള ഏറ്റവും കേമനായിട്ട് വരുന്ന ആ ഒരു മഹാവിഷ്ണു ശബ്ദം പോലും വന്നപ്പോ വിഷ്ണുരുവാച അങ്ങനെ പറയണത്. ഇപ്പൊ ഗണപതി അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് നോക്കി ഒന്നും പറ്റാതെ വീണ്ടും ഗണപതി എഴുതാനായിട്ട് ആരംഭിച്ചു. അത് കഴിഞ്ഞ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സമയമായി. ഭഗവാൻ ശ്രീകൃഷ്ണൻ ശബ്ദിക്കുന്ന സമയമായപ്പോൾ അവിടെ ഗോവിന്ദ ഉവാച, ഋഷികേശ ഉവാച, മാധവ ഉവാച, അച്യുത ഉവാച, ഇതൊന്നും പറഞ്ഞില്ല. നേരിട്ട് ശ്രീ ഭഗവാൻ ഉവാച എന്നാണ് മഹാഭാരതത്തിൽ അഭിസംബോധന ചെയ്യുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ പെട്ടെന്ന് നമ്മുടെ എഴുത്തെല്ലാം നിർത്തിയിട്ട് ഗണപതി 1 സെക്കൻഡിന്റെ 10,000-ൽ-1 അംശം നേരത്തേക്ക് വേദവ്യാസ മഹർഷിയുടെ മുഖത്തേക്ക് നോക്കി. വേദവ്യാസ മഹർഷിയും അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി മന്ദഹസിച്ചു കൊണ്ട് നിന്നു. രണ്ടുപേർക്കും കാര്യം മനസ്സിലായി. വീണ്ടും എഴുത്ത് തുടർന്നു എന്നാണ് പറയുന്നത്. അതായത് ആ ഭഗവാൻ എന്ന ശബ്ദത്തിന് പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ മാത്രമേ അർഹനുള്ളൂ എന്ന് വേദവ്യാസ മഹർഷിക്കും ഇത് എഴുതുന്ന ഗണപതിക്കും മനസ്സിലായി. അതുകൊണ്ടാണ് പിന്നെ ഇവര് രണ്ടുപേരും തർക്കത്തിനൊന്നും പോവാഞ്ഞത്. അവര് വീണ്ടും അവരവരുടെ പദ്ധതികളിലേക്ക് തുടർന്നു പോയതും. മനസ്സിലായോ? അപ്പോ പല ഗ്രന്ഥങ്ങളിലും നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. വിഷ്ണു സഹസ്രനാമമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഹസ്രനാമമോ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് നമ്മുടെ ശ്രീകൃഷ്ണൻ ശബ്ദിക്കുന്നത്? അവിടെ ശ്രീ ഭഗവാനുവാച. ഇനി മറ്റുള്ളവരുടെയും നാരദ മഹർഷിയെയും വേദവ്യാസ മഹർഷിയെയും ഒക്കെ ചിലപ്പോ നമ്മൾ ബഹുമാനം കൊണ്ട് ശ്രീ ഭഗവാൻ, കാരണം ഭഗവാന്റെ ഭക്തന്മാരാണ്, ശ്രീമദ് അവര് പൂർണ്ണമായിട്ടുള്ള അംശത്തോടു കൂടിയിട്ട് ജനിച്ചവരാണ്. അവർക്കും ഈ ഗുണങ്ങൾ ഏതാണ്ടൊക്കെ തന്നെയുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അവർക്ക് ബഹുമാനം കൊടുത്തുകൊണ്ടാണ് അസ്യ ശ്രീർ വിഷ്ണുർ ദിവ്യ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ ശ്രീ വേദവ്യാസോ ഭഗവാൻ ഋഷിഹി എന്നൊക്കെ പറയുമ്പോ ഇവിടെ വേദവ്യാസ മഹർഷിയെ ഭഗവാനാണെന്നല്ലോ അഭിസംബോധന ചെയ്യുന്നത്. പിന്നെ ശ്രീമദ് ഭാഗവതം നോക്കുകയാണെങ്കിൽ നാരദ മഹർഷി വരുന്ന സമയത്ത് ഭഗവാൻ നാരദോവാച എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ കേൾക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതൊക്കെ എന്താണ്? ബഹുമാനം കൊണ്ടും ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാരായതുകൊണ്ടും മഹാജനങ്ങളായതുകൊണ്ടൊക്കെയാണ് അങ്ങനെ അഭിസംബോധന ചെയ്യുന്നത്. പക്ഷെ ഭഗവത് ശബ്ദത്തിന് ഇവിടെ ആര് മാത്രമേ അർഹനുള്ളൂ? പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ മാത്രമേ അർഹനുള്ളൂ. ഈവൻ പറയുകയാണെങ്കിൽ ചിലപ്പോ യാഥാസ്ഥിതികരായിട്ടുള്ള ആളുകൾക്കും ഈ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്കും ചിലപ്പോൾ ഉൾക്കൊള്ളുവാൻ സാധിക്കില്ല. ഭഗവാൻ മഹാവിഷ്ണുവിനേക്കാളും ഒരു പടി മുന്നിലാണ് നമ്മുടെ ഗോവിന്ദൻ ശ്രീകൃഷ്ണൻ. അതെല്ലാം നിങ്ങൾക്ക് സെമിനാറുകൾ കൊണ്ടോ അല്ലെങ്കിൽ
വലിയ വലിയ ഗ്രന്ഥപാരായണം കൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇങ്ങനെയുള്ള ചെറിയ ക്ലാസ്സുകളെ കൊണ്ടൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് അത് അംഗീകരിക്കുവാനോ, കാരണം ചെറുപ്പം മുതൽ നമ്മൾ കേട്ടുപഠിച്ചത് വിഷ്ണുവിന്റെ അവതാരമാണ് എന്നൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അത് ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ IDC ക്ലാസ്സുകളിലും ഭക്തിശാസ്ത്രി ക്ലാസ്സുകളിലും ഭക്തി വൈഭവ് ക്ലാസ്സുകളിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ സംശയം പതുക്കെ പതുക്കെ ദൂരീകരിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് അത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള ഭഗവാനാണ് പറയുന്നത്. കാരണം പറയുന്നത് യാഥാർത്ഥ്യമാണ്, തെറ്റ് പറയില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അങ്ങനെയുള്ള ഭഗവാൻ പറഞ്ഞു അർജുനനോട്, എന്താണ്? കുതസ്ത്വാ കശ്മലമിതം. ഏയ് അർജുന, നിനക്ക് എവിടെ നിന്നാണ് ഇത് വന്നു ചേർന്നത്? ഏത് കശ്മലത അല്ലെ? ഈ ഒരു മാലിന്യം, ഈ അഴുക്ക് കുതസ്ത്വ എവിടെ നിന്നാണ് വന്നു ചേർന്നത്? എപ്പോഴാ വന്നു ചേർന്നത്? വിഷമേ സമുപസ്ഥിതം, വിഷമഘട്ടത്തിലാണ് അല്ലെ? യുദ്ധം, അവിടെ ശംഖുവിളികളെല്ലാം ആരംഭിച്ചു. അതാ യുദ്ധം ആസനസ്ഥമായി. അല്ലാതെ വിശ്രമിക്കുന്ന വേളയിലല്ല, ഉറങ്ങുന്ന വേളയിലല്ല, സംസാരിക്കുന്ന വേളയിലല്ല. എപ്പോഴാണ് വന്നിരിക്കുന്നത്? യുദ്ധം ആരംഭിച്ച സമയത്ത്, വരാൻ പാടില്ലാത്ത സമയത്താണ്. വിഷമേ സമുപസ്ഥിതം, ഏറ്റവും ദുർഘടമായിട്ടുള്ള അവസ്ഥയിലാണ് നിനക്ക് ഈ മാലിന്യം വന്നു ചേർന്നിരിക്കുന്നത്. എന്ത് മാലിന്യം? വ്യാമോഹം, തിരിച്ചറിയാൻ പറ്റായിക. അത് നല്ലതിനെ ചീത്തയെന്നും ചീത്തയെ നല്ലതെന്നും തിരിച്ചറിയുന്ന ആ ഒരു, ഇല്ലാത്തതിനെ ഉണ്ടെന്നും ഉള്ളതിനെ ഇല്ലെന്നും കാണുന്ന ഒരു അവസ്ഥ. മോഹം, വ്യാമോഹം അല്ലെ, വിഷാദം, ഇങ്ങനെയുള്ള വ്യാമോഹമെല്ലാം വന്നു ചേർന്നിരിക്കുന്നു. അതിനെ മാലിന്യം അല്ല, അഴുക്ക് എന്നാണ് ഭഗവാൻ പറയുന്നത്. വരാൻ പാടില്ലാത്തത്, ഉണ്ടാകാൻ പാടില്ലാത്തത്. അനാര്യജുഷ്ടം, ഇത് നിന്നെ നല്ലതിലേക്കല്ല, ഈ ഒരു അഴുക്ക് നിന്നെ മോശം അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുക. ഏതൊക്കെയാണ് ഇതുകൊണ്ട് നിനക്ക് ഉണ്ടാകാൻ പോകുന്നത്? എന്താണ്? അനാര്യജുഷ്ടം, ആര്യന്മാർക്ക് ചേർന്നതല്ല. അസുർഗ്യം, ഇത് നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകില്ല. അകീർത്തികരം, നീ ഇതുവരെ സമ്പാദിച്ചിട്ടുള്ള പേരും പ്രശസ്തിയും കീർത്തിയുമെല്ലാം എന്ന് പറഞ്ഞിട്ട് നിലംപതിക്കാൻ പോകുകയാണ്. അർജുന, അല്ലയോ വെളുത്തവനെ. അർജുനം എന്ന് പറഞ്ഞ വെളുത്തത്. അപ്പൊ ഇവിടെ നീ ശ്രേഷ്ഠനാണ്, നീ വെളുത്തവനാണ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ വെളുപ്പല്ല. അർജുനൻ ഇരുനിറക്കാരനാണ് അല്ലെ? അപ്പൊ ഇവിടെ ശരീരത്തിന്റെ അല്ല, മനസ്സിന്റെ നിർമ്മലതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മാലിന്യമില്ലാത്തവനാണ്, സച്ചിത് ആനന്ദ സ്വരൂപനായ സച്ചിദാനന്ദ വിഭിന്നാംശമാണ് നീ. നീ മാലിന്യമില്ലാത്തവനാണ്. അങ്ങനെയുള്ള നിനക്ക് മാലിന്യം എപ്രകാരം വന്നു ചേർന്നു അല്ലെ? അർജുന, നീ പരിശുദ്ധനാണ്, സത്വഗുണ സ്വഭാവിയാണ്. ഒരു ഭക്തന്റെ എല്ലാ ലക്ഷണങ്ങളും നിനക്കുണ്ട്. ഒരു നല്ല വ്യക്തിക്ക്, ഒരു ഉത്തമനായിട്ടുള്ള ഭർത്താവിന് ഉണ്ടായിരിക്കേണ്ട, സഹോദരന് ഉണ്ടായിരിക്കേണ്ട, രാജാവിന് ഉണ്ടായിരിക്കേണ്ട, ഭക്തന് ഉണ്ടായിരിക്കേണ്ട, യോഗിക്ക് ഉണ്ടായിരിക്കേണ്ട സർവത്ര ഗുണങ്ങളും നിറഞ്ഞിരിക്കുന്നു നിന്നില്. അതാണ് അർജുനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നിന്നില് ഇപ്പോൾ എങ്ങനെയാണ് ഈ വിഷമഘട്ടത്തില് ഇങ്ങനെയുള്ള ഒരു വിഷമാവസ്ഥ, ദുർഘടാവസ്ഥ, മാലിന്യം വന്നു ചേർന്നത് എന്നാണ് ആര് ചോദിക്കുന്നത്? നമ്മുടെ ഭഗവാൻ ഗോവിന്ദൻ ചോദിക്കുന്നത്. കുതസ്ത്വാ കശ്മലമിതം, അല്ലയോ അർജുന, എവിടെ നിന്നാണ് വന്നു ചേർന്നിരിക്കുന്നത്? അതിന്റെ അർത്ഥം എന്താണ്? നിന്നില് ഇല്ല, ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മളിൽ ആരും തന്നെ പാപമില്ല അല്ലെ? റോട്ടിലൊക്കെ നിന്നിട്ട് ആൾക്കാർ പാപികളെ, സർവ്വപാപികളെ, അതാ സ്വർഗലോകം വന്നിരിക്കുന്നു, പാപികൾ വരൂ, പാപം ഇവിടെ കളയൂ എന്നൊക്കെ പറയും. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറയും ഞങ്ങൾ പാപികളാന്ന് വെച്ചാൽ ഞങ്ങളുടെ അച്ഛൻ പാപിയാവണ്ടേ, ഞങ്ങളുടെ മുത്തച്ഛൻ പാപിയാവണ്ടേ, നിങ്ങൾ ഈ പറയുന്ന ദൈവം പാപിയാവണ്ടേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മുട്ടും. അപ്പൊ നമ്മൾ പാപികളാണോ? അല്ല. ഇവിടെ ഭഗവാൻ പറയുന്നു അർജുനം വെളുത്തവനാണ് അല്ലെ, പാപിയല്ല, അനഘനാണ്, പാപരഹിതന്മാരാണ് നമ്മളെല്ലാവരും, ശുദ്ധന്മാരാണ്. ഇവിടെ ഭൗതിക പ്രകൃതിയിൽ വന്ന് ഭൗതിക പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന സത്വരജോ തമോ ഗുണങ്ങളെ കൊണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെ എന്തൊക്കെ തെറ്റുകൾ ചെയ്യുന്നു. അതെല്ലാം ഇവിടെ തന്നെ നമ്മൾ ഉപേക്ഷിച്ചു പോകും അല്ലെ? ഒന്നുമില്ല. ചില സ്ഥലത്തൊക്കെ ചെന്നിരിക്കുമ്പോൾ ചിലപ്പോ പൊടി, മാറാല അല്ല, കുമ്മായം, പെയിന്റ് ഒക്കെ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ പറ്റും. അത് നമ്മൾ തുടച്ചു കളയാ, അത്രേ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത് കുതസ്ത്വാ കശ്മലമിതം. എവിടെ നിന്നാണ് ഈ അഴുക്ക് വന്നു ചേർന്നത്? അർജുന, വന്നു ചേർന്നതാണ്. രാവിലെ ഇറങ്ങുമ്പോഴൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലെ? അവരെയെല്ലാം കൊല്ലണം, എന്റെ മുത്തച്ഛനെ വധിക്കണം, അവര് ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവരാണ് അല്ലെ? എന്റെ ആചാര്യന്മാര് അവരൊക്കെ ധർമ്മിഷ്ഠരാണ്, പക്ഷെ അവർ ധർമ്മത്തിന്റെ ഭാഗത്തല്ല നിൽക്കുന്നത്, അവരെയും ഞാൻ വധിക്കും ഗോവിന്ദ എന്നൊക്കെയും വീരശൂര പരാക്രമിയായിട്ട് ഇവിടെ വീരവാദം അടിച്ചവനാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ആംഗിളടിച്ച് കരയുന്നത്. അതുകൊണ്ട് അത് നമ്മുടെ ഭഗവാന് അത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയായിരുന്നില്ലല്ലോ നീ രാവിലെ, ഇന്നലെയും ഇങ്ങനെയല്ല, മിനിഞ്ഞാന്നും ഇങ്ങനെയല്ല, മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുന്നും ഇങ്ങനെയല്ല.
ഇത് ഈ അപകടഘട്ടത്തില് ദുർഘടാവസ്ഥയില് യുദ്ധം തുടങ്ങിയ സമയത്ത് എങ്ങനെയാണ് നിനക്ക് ഈ അഴുക്ക് വന്നു ചേർന്നത്? ഏത്? ഈ മൂഢത അല്ലെ, ഈ സമ്മോഹം എപ്രകാരമാണ് വന്നു ചേർന്നിരിക്കുന്നത്? വന്നു ചേർന്നതാണ്. വന്നു ചേർന്നതിനെ എടുത്തു കളയുവാനും സാധിക്കും അല്ലെ. നമ്മുടെ ശരീരത്തിൽ അഴുക്ക് പറ്റി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോണ്ടായിരുന്നില്ല, കല്യാണത്തിന് പോവായിരുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സത്സംഗത്തിന് പോവായിരുന്നു, ചെരുപ്പിലോ അല്ലെങ്കിൽ ധോത്തിയിലോ ഒക്കെ അഴുക്ക് പറ്റി കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ശുദ്ധജലം ഉപയോഗിച്ച് കഴുകി കളയാ, അത്രേ ഉള്ളൂ. അതേ സമയം തന്നെ അത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു, കറ പറ്റിയതാണ്, അല്ലെങ്കിൽ അതിലെ പെയിന്റ് വീണതാണ്, പിന്നെ അത് മാറ്റാൻ പറ്റോ? ഇല്ല. പക്ഷെ ഇവിടെ ജന്മന അല്ലെ, നമ്മൾ ആ ഭഗവാന്റെ വിഭിന്നാംശമായതുകൊണ്ട് നമ്മൾ സത്ത് ചിത്ത് ആനന്ദ സ്വരൂപമാണ്. യാതൊരു കാമക്രോധ മോഹലോപങ്ങളോ ദുരാഗ്രഹമോ അത്യാഗ്രഹമോ വ്യാമോഹമോ സമ്മോഹമോ പ്രഹസനമോ വേറെ ദമ്പം ദർപ്പം ഒന്നും തന്നെ നമ്മളിലില്ല. ശുദ്ധമാണ് നമ്മൾ, കണ്ണുനീര് പോലെ അല്ലെങ്കിൽ മഞ്ഞത്തുള്ളി പോലെ. അങ്ങനെ ശുദ്ധനായിട്ടുള്ള നിനക്ക് എപ്രകാരമാണ് ഈ കശ്മലത വന്നു ചേർന്നത്? വന്നു ചേർന്നതിനെ ഉപേക്ഷിക്കാനും സാധിക്കും. നീ തന്നെ വിചാരിക്കണം അല്ലെ, നിന്നാലാണ് അത് വന്നു ചേർന്നത്, അതുകൊണ്ട് നിന്നാൽ തന്നെ അത് ഉപേക്ഷിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക? അനാര്യജുഷ്ടം. ആര്യന്മാർക്ക് ചേർന്നതല്ല ഇത് അല്ലെ. ആര്യന്മാരെന്നാർ ശ്രേഷ്ഠന്മാര്. പക്ഷെ നമ്മളെ പഠിപ്പിച്ചത്, നമ്മുടെ ക്ലാസ്സുകളിലേക്കും പഠിപ്പിച്ചത് എന്താണ്? നമ്മളെല്ലാം ദ്രാവിഡ വർഗത്തിൽപ്പെട്ടവരാണ്, യാതൊരു സംസ്കാരമില്ലാത്ത ആൾക്കാരാണ് അല്ലെ. നമ്മള് സംസ്കാര സമ്പന്നരായിട്ടുള്ള പശ്ചിമേഷ്യയിൽ നിന്ന് കുടിയേറി വന്നവരാണ് ആര്യന്മാര്. അവര് വന്നിട്ടാണ് നമ്മളെ സംസ്കാരം പഠിപ്പിച്ചത്. അതുവരെയ്ക്കും നമ്മൾക്ക് ജീവിക്കാൻ അറിയില്ലായിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പാശ്ചാത്യ വിദ്യാഭ്യാസം, പ്രത്യേകിച്ചും എഴുത്തും വായനയും അച്ചടിയും എല്ലാം കയ്യിൽ വെച്ചിട്ടുള്ള ആ ക്രിസ്ത്യൻ മതക്കാരും മിഷണറിമാരും എല്ലാം നമ്മളെ പഠിപ്പിച്ചത്. അപ്പോ ഇവിടെ യുദ്ധത്തിനെല്ലാം പോകുന്ന സമയത്ത് മഹാഭാരതത്തിലും രാമായണത്തിലും എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഈ ആര്യന്മാരെല്ലാം വരുന്നതിന് മുന്നേ നമ്മുടെ ക്ഷത്രിയ രാജാക്കന്മാരും അല്ലെങ്കിൽ നമ്മുടെ സനാതന ധർമ്മത്തിലെ രാജർഷിമാരുമെല്ലാം യുദ്ധത്തിന് പോകുന്ന സമയത്ത് അവരുടെ പത്നിമാരും മക്കളുമെല്ലാം ആരതി ഒഴിയുമ്പോൾ എന്താ പറയുന്നത്? അലയോ ആര്യപുത്ര വിജയിച്ചു വരൂ അല്ലെ. അങ്ങനെ പോകുന്ന സമയത്തും അവര് ആര്യപുത്രന്മാർക്ക് അവര് ആ തിലകമെല്ലാം അണിയിച്ച്, അത് കഴിഞ്ഞ് യുദ്ധം ജയിച്ചു വരുമ്പോഴും ഇപ്രകാരം തന്നെ. അപ്പോ ആ മധ്യപൂർവേഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള കുരങ്ങിന്റെ വംശത്തിലുള്ള അല്ലെ, കുരങ്ങിന്റെ വാലെല്ലാം നഷ്ടപ്പെട്ട ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളെയാണ് ആര്യന്മാരെന്ന് വിളിക്കുന്നത്. അങ്ങനെയൊക്കെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഡാർവിന്റെ സിദ്ധാന്തമെല്ലാം. അപ്പൊ ആര്യപുത്ര എന്ന് പറഞ്ഞ കുരങ്ങിന്റെ പുത്ര, കുരങ്ങിന്റെ മകനെ എന്നാണ് അർത്ഥം? അല്ല, ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിയുടെ, ശ്രേഷ്ഠനായിട്ടുള്ള ഒരു രാജാവിന്റെ മകനെ, ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ഭക്തന്റെ മകനെ, അതാണ് ആര്യപുത്ര എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ജീവിതത്തിലെ സർവശ്രേഷ്ഠതകളും നിറഞ്ഞ ഒരു വ്യക്തിയെയാണ് ആര്യൻ എന്ന് പറയുന്നത്. അല്ലാതെ അത് പൂർവേഷ്യയിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നോ കിഴക്ക് ഭാഗത്ത് നിന്നോ വന്നിട്ടുള്ള നമ്മളെ സംസ്കാരം പഠിപ്പിക്കാൻ വന്നവരല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ മാറ്റി വെച്ചോളൂ. മനസ്സിലായോ? വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഋഗ്വേദ കാലഘട്ടങ്ങളില് അല്ലെങ്കിൽ ഈ കലിയുഗത്തിന്റെയോ അല്ലെങ്കിൽ ദ്വാപര യുഗത്തിന്റെയോ ത്രേതായുഗത്തിന്റെയും എല്ലാം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ നാട്ടിലിരുന്ന സംസ്കാര സമ്പന്നന്മാരായിട്ടുള്ള, എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ധർമ്മവിരുദ്ധമായിട്ടൊന്നും ചെയ്യാത്ത, ധർമ്മത്തിനെ പുത്രസമാനം കണ്ടവരായിട്ടുള്ള ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികളെയാണ് ആര്യന്മാർ എന്ന് പറയുന്നത്. അല്ലാണ്ട് ആ കുരങ്ങിന് വംശനാശം സംഭവിച്ച് കുരങ്ങന്റെ വാലെല്ലാം നഷ്ടപ്പെട്ട് കുരങ്ങിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ശ്രേഷ്ഠരായിട്ടുള്ള മനുഷ്യരല്ല ആര്യന്മാര്. ആര്യന്മാര് സർഗാദിയില് ബ്രഹ്മാവ് സൃഷ്ടിച്ച സമയത്ത് തന്നെ ഉണ്ടായിരുന്നു, അല്ലാണ്ട് കുരങ്ങിന് ഭേദം വന്നതൊന്നല്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊക്കെ നിങ്ങൾ മാറ്റി വെച്ചോളൂ. അങ്ങനെ കുറെ അബദ്ധങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ മാറ്റാനുള്ള സമയമായി. അങ്ങനെ നീ ആര്യനാണ്, നിന്റെ അച്ഛൻ ആര്യനാണ്, അതുകൊണ്ടാണ് നീയും ആര്യനായത്. നിന്റെ മുത്തച്ഛൻ ആര്യനായിരുന്നു, അതുകൊണ്ടാണ് നിന്റെ അച്ഛൻ ആര്യനായത്. ഇങ്ങനെ ആര്യന്മാരുടെ വംശപരമ്പരയിലാണ് നീ ജനിച്ചത്, അതുകൊണ്ട് നീയും ആര്യനാണ്. പക്ഷെ ഈ ഒരു മാലിന്യം, ഈ ഒരു അവസ്ഥ അനാര്യജുഷ്ടം, നിന്നെ ആര്യനിൽ നിന്ന് അനാര്യനാക്കി മാറ്റും, ശ്രേഷ്ഠന്മാർക്ക് ചേർന്നതല്ലാത്ത ഭാവത്തിലാക്കും, നിന്റെ ശ്രേഷ്ഠതയെല്ലാം നശിച്ചു പോകും. മാത്രമല്ല അസ്വർഗ്യം അല്ലെ,
വീരശൂര പരാക്രമികളെല്ലാം യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാൽ അവര് ക്ഷത്രിയന്മാര് സ്വർഗാദി ലോകങ്ങളിലേക്ക്, ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് പോകും. വീരക്ഷത്രിയന്മാർക്കുള്ളതാണ് വീരസ്വർഗങ്ങൾ. ഒരു ഭാഗം തന്നെ മാറ്റി വെച്ചിരിക്കുന്നു. നിന്റെ പിതാവായിട്ടുള്ള ദേവേന്ദ്രന്റെ രാജ്യത്തേക്ക് നിനക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ സ്വഭാവം വെച്ച് പുലർത്താൻ പാടില്ല. യുദ്ധത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്ന സമയത്ത് നിരായുധനായ നിന്നെ അവർ വധിക്കുകയാണെങ്കിൽ നീ നികൃഷ്ട ലോകങ്ങളിലേക്കാണ് പോകുക, ഉത്കൃഷ്ടാദി ലോകങ്ങളായിട്ടുള്ള സ്വർഗാദി ലോകങ്ങളിലേക്കല്ല. ഇത് നീ മനസ്സിലാക്കണം. നിന്റെ ദയാകാരുണ്യമൊന്നും അവിടെ എടുക്കുകയില്ല. നീ നിന്റെ ആർജിച്ച വീര്യത്തോടു കൂടിയിട്ട്, വർദ്ധിച്ച വീര്യത്തോടു കൂടി, ക്രോധത്തോടു കൂടി ആ യോദ്ധാക്കളെ, നിന്റെ ശത്രുക്കളെയെല്ലാം നീ കൊന്നൊടുക്കി അവരാൽ ചിലപ്പോൾ നീ വധിക്കപ്പെടുകയാണെങ്കിൽ നിനക്ക് സ്വർഗാദി ലോകങ്ങളിലേക്ക് പോകാം. അല്ലാണ്ട് ദയാകാരുണ്യം കണ്ട് ആ ദുര്യോധന നീ കൊന്നുകൊള്ളൂ, വധിച്ചുകൊള്ളൂ, ഞാൻ ആയുധം കയ്യിലെടുക്കുകയില്ല, ഞാൻ അഹിംസാവാദിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചിലപ്പോൾ നിന്നെ വധിച്ചേക്കും. നീ സ്വർഗലോകങ്ങളിലേക്കല്ല. കാരണം അവിടെ മടിയന്മാർക്കോ അലസന്മാർക്കോ സ്ഥാനമില്ല. അവിടെ മരണം വളരെയധികം ആവേശത്തോടുകൂടി യുദ്ധം ചെയ്ത് അവസാന ശ്വാസം വരെ പോരാടി മരിക്കുന്ന യോദ്ധാക്കൾക്കാണ് സ്വർഗാദി ലോകങ്ങൾ ഇരിക്കുന്നത്. നിന്നെ പോലുള്ള വിഡ്ഢികൾക്കോ അല്ലെങ്കിൽ മടിയന്മാർക്കോ മൂഢന്മാർക്കോ ഉള്ളതല്ല എന്ന് പറഞ്ഞ് ഇവിടെ ശാസിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അകീർത്തികരം അല്ലെ, എല്ലാവർക്കും നീ ഇപ്പൊ വേണ്ടപ്പെട്ടവനാണ്. നിന്റെ പേരും പ്രശസ്തിയും 7-14 ലോകങ്ങളിലുമുണ്ട്. എല്ലാവരെയും തോൽപ്പിച്ചവനാണ്. ആരും തന്നെ ഇല്ല നിന്നെ തോൽപ്പിക്കുവാൻ. നിന്റെ ഗുരുവിന് പോലും നിന്നോട് ഇഷ്ടം തോന്നിയിട്ട് അദ്ദേഹത്തിന്റെ മകന് പോലും ഉപദേശിക്കാത്ത ബ്രഹ്മാസ്ത്രം നിനക്ക് തന്നവനാണ്. ആ മഹാദേവനാവട്ടെ അദ്ദേഹത്തിന്റെ പാശുപതാസ്ത്രം നിനക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. നിന്റെ പിതാവായിട്ടുള്ള ദേവേന്ദ്രൻ ആ ഇന്ദ്രാസ്ത്രവും ഖരാസ്ത്രവും ആഗ്നേയാസ്ത്രവും എല്ലാം നിനക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. ഇന്ദ്രദേവൻ നിനക്ക് ധനുസ് നൽകി തന്നിരിക്കുന്നു. ഇങ്ങനെ സർവത്ര ഗുണസമ്പന്നനാണ്. നിന്റെ പേരും പ്രശസ്തിയുമെല്ലാം എല്ലാ ദിക്കിലും ബാധിച്ചിരിക്കുന്നു. അവിടെ സ്വർഗാദി ലോകങ്ങളിലും അല്ലെങ്കിൽ ബ്രഹ്മലോകത്തും ശിവലോകത്തും ഇന്ദ്രലോകത്തും എവിടെ ചെന്നാലും നിന്നെ കുറിച്ച് മാത്രമേ ഉള്ളൂ. അതെല്ലാം നിന്റെ ഈ ഒരു വൃത്തികെട്ട സ്വഭാവം കൊണ്ട്, നിന്റെ ഈ കരച്ചിലുകൊണ്ട്, വെറുതെ ആരെ കുറിച്ചിട്ടാണ് ദുഃഖിക്കാൻ അവകാശമില്ലാത്തത് അവരെ കുറിച്ച് ദുഃഖിക്കുന്ന ഈ ഒരു മാലിന്യം കൊണ്ട്, ഈ വിഷാദം കൊണ്ട് അതെല്ലാം നശിക്കാൻ പോകുകയാണ്. അസ്വർഗ്യം, അകീർത്തികരം, അനാര്യജുഷ്ടം. ഇങ്ങനെ 3 ദോഷങ്ങളാണ് നിനക്ക് വരാൻ പോകുന്നത് അർജുന. അതുകൊണ്ട് നീ വേഗം ഈ വൈമുഖ്യത്തെ, ഈ വ്യാമോഹത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നീ എഴുന്നേറ്റാലും എന്നാണ് ഇവിടെ പറയുന്നത്. ശ്രീ ഭഗവാനുവാച, പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള അല്ലെ, ഇവിടെ ശ്രീ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ്. അപ്പോ ഇതിനെ ഈ ഒരു അബ്സല്യൂട്ട് ട്രൂത്ത്, ഈ പരമനിരപേക്ഷ സത്യ ഈശ്വരൻ എന്ന് പറയുന്നു അല്ലെ. ചിലര് അതിനെ പരമ്പൊരുൾ എന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിലാണ് നമ്മളെ ഭഗവാനെ ഓരോ രാജ്യക്കാരും ഓരോ ദേശക്കാരും ഓരോ വിഭാഗക്കാരും ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നത്. ഇനി വേദാന്തികളാകട്ടെ അതിനെ ബ്രഹ്മം എന്ന് പറയുന്നു. അവരുടെ കാഴ്ചപ്പാടിൽ ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മം. ഈ ഭൗതിക പ്രപഞ്ചത്തെ, ഈ കാണുന്ന സൂര്യചന്ദ്രന്മാരെയും അതിന് ചുറ്റും കറങ്ങുന്ന ഗ്രഹമണ്ഡലത്തെയും ബ്രഹ്മാണ്ടത്തെയും എല്ലാം നിലനിർത്തുന്ന ഒരു തേജസ്, ഒരു ശക്തി ഉണ്ട്. അതാണ് എന്ത്? ബ്രഹ്മം എന്നാണ് വേദാന്തികള്, ജ്ഞാനികളെല്ലാം കരുതുന്നത്. ഇനി യോഗികളാകട്ടെ ആ ഒരു ശക്തിയെ അവര് പറയുന്നു ശക്തിയാണ്, പക്ഷെ ആ ശക്തിക്ക് ഒരു രൂപമുണ്ട്. അതിനെ ഞങ്ങള് ആ വിഷ്ണു സ്വരൂപമായിട്ടുള്ള തള്ളവിരലിന്റെ വലിപ്പമുള്ള പരമാത്മാവായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ യോഗികളെല്ലാം ഹൃദയത്തില് ഈ ഈശ്വരനെ പരമാത്മാവായി കണ്ട് ഉപാസന ചെയ്യുന്നു. പക്ഷെ നമ്മളെ പോലുള്ള ആ വൈഷ്ണവ ഭക്തന്മാര്, ശുദ്ധഭക്തന്മാര്, പരിശുദ്ധ ഭക്തന്മാര്, മാർഗദർശികളായിട്ടുള്ള ഭക്തന്മാര് നമ്മള് എന്താ പറയുന്നത്? ശരിയാണ് വേദാന്തികളെ, ജ്ഞാനികളെ അല്ല, നിങ്ങൾ പറയുന്ന ഒരു ബ്രഹ്മമുണ്ട്, അലയോ യോഗികളെ നിങ്ങൾ പറയുന്ന പരമാത്മാവുമുണ്ട്. ഈ ബ്രഹ്മത്തെയും പരമാത്മാവിനെയും എല്ലാം നിയന്ത്രിക്കുന്ന ശ്യാമസുന്ദരനായിട്ടുള്ള, നമ്മളെ പോലെ തന്നെ കാണാൻ സാധിക്കുന്ന, ഓടി നടക്കുന്ന, വ്യായാമത്തിൽ ചെയ്യുന്ന, വിശ്രമത്തിൽ ഏർപ്പെടുന്ന, ചിന്തിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിനെയാണ് നമ്മള് ഭഗവാൻ എന്ന് പറയുന്നത്. അത് ഞങ്ങളുടെ ശ്യാമസുന്ദരനായിട്ടുള്ള ഭഗവാനാണ്, ശ്രീകൃഷ്ണനാണ്, പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനാണ്. ഇങ്ങനെ പരമനിരപേക്ഷ സത്യം അഥവാ അബ്സല്യൂട്ട് ട്രൂത്ത് എന്നറിയപ്പെടുന്ന ആ ഒരു ഏറ്റവും മുകളിലുള്ള പരമമായിട്ടുള്ള ആ വ്യക്തിയെ സൂചിപ്പിക്കുവാനായിട്ട് ലോകത്തില് 3 പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്?
ബ്രഹ്മേതി, ചിലര് ബ്രഹ്മം എന്ന് പറയുന്നു, ചിലത് പരമാത്മേതി, ചിലര് അതിനെ പരമാത്മാവെന്ന് പറയുന്നു, ചിലര് ഭഗവാൻ ഇതി, ചിലര് ഭഗവാൻ എന്ന് പറയുന്നു. ശബ്ദതേ, ഇങ്ങനെ 3 ശബ്ദങ്ങളാണ് ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നീ ആ പരമനിരപേക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ഭാവങ്ങൾ. അപ്പൊ ഇതില് ബ്രഹ്മത്തെ വേണമെങ്കിൽ ലോവർ പ്രൈമറി കുട്ടികളുടെ രൂപത്തോട് വേണമെങ്കിൽ നമ്മൾക്ക് താരതമ്യം ചെയ്യാം. അതായത് ഒരു ചെറിയ കുട്ടിയോട് ലോവർ പ്രൈമറി LKG UKG 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? അവര് പറയും 1000 ഞങ്ങളെ അത്രയെ പഠിപ്പിച്ചിരിക്കുന്നത് 1000 ആണ്. ഇനി ആ കുട്ടി തന്നെ കുറച്ചും കൂടിയും ലോവർ പ്രൈമറി കഴിഞ്ഞ് അപ്പർ പ്രൈമറിയിലേക്ക് പോയി കഴിഞ്ഞാലോ അവൻ പറയും മില്യൺ, 10 ലക്ഷം, ദശലക്ഷം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. 10 ലക്ഷം അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാടിലെ ഏറ്റവും വലിയ സംഖ്യ. ആ കുട്ടി തന്നെ കുറച്ചും കൂടിയും വളർന്ന് വലുതായി ഹൈസ്കൂളിലോ ഹയർ സെക്കൻഡറിയിലോ പോയി കഴിഞ്ഞാലാ അത് പിന്നെ ബില്യൺ, 100 കോടി, അല്ല ട്രില്യൺ, 10,000 കോടി, സെപ്റ്റിലിയോൺ, ക്വാഡ്രിലിയോൺ, ഇൻഫിനിറ്റി, അങ്ങനെയുള്ള ഒരു വലിയൊരു ഉത്തരമായിരിക്കും ആ കുട്ടി നൽകുക. കാരണം എന്താണ്? ബുദ്ധി വികസിച്ചു അവന്റെ. ഇതുപോലെ ബുദ്ധി വികസിക്കാത്ത ആളുകൾ ബ്രഹ്മമെന്നും, കുറച്ച് ബുദ്ധി വികസിച്ച ആളുകൾ പരമാത്മാവെന്നും, വളരെയധികം ബുദ്ധി വികസിച്ച ആളുകള് ഭഗവാൻ എന്നും ആ പരമനിരപേക്ഷ സത്യത്തെ, അബ്സല്യൂട്ട് ട്രൂത്തിനെ പറയാറുണ്ട്. ഇനി നിങ്ങൾ ഏത് വിഭാഗത്തിലാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചുകൊള്ളൂ, അല്ലെ? അവ്യക്തിഗത രൂപത്തിൽ ഭഗവാനെ ആരാധിക്കുന്നവരുണ്ട്, സകാമഭാവത്തിൽ ആരാധിക്കുന്നവരുണ്ട്, അല്ലെ? അങ്ങനെ യാതൊരു ആഗ്രഹവുമില്ലാതെ, അന്യാഭിലാഷിതാശൂന്യം, യാതൊരു ചിന്തകളുമില്ലാതെ ഭഗവാനെ സന്തോഷിപ്പിക്കുകയാണ്. ധർമ്മം തു സാക്ഷാൽ ഭഗവത് പ്രണീതം, ഇങ്ങനെ ഭഗവാനെ പൂജിക്കുന്നവരുമുണ്ട്. അങ്ങനെ 3 തലത്തിലാണ് ഭഗവാനെ ആളുകളെല്ലാം കണക്കാക്കുന്നത്. അതിനെ ചിലര് ബ്രഹ്മം എന്ന് പറയുന്നു, ചിലര് പരമാത്മാവെന്ന് പറയുന്നു, ചിലര് ഭഗവാൻ എന്ന് പറയുന്നു. ഇവിടെ നമ്മളെ പോലുള്ള ഭഗവത്ഗീത വിദ്യാർത്ഥികൾ എങ്ങനെയാണ് കാണുന്നത്? ഭഗവാനായിട്ട്. അതുകൊണ്ടാണ് ഇവിടെ ശ്രീ ഭഗവാനുവാച, അല്ലാണ്ട് ബ്രഹ്മ ഉവാച എന്ന് പറയാറില്ല. ഓമിത്യേകാക്ഷരം ബ്രഹ്മ, ബ്രഹ്മത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് 6ാം അധ്യായം മുതൽ. അപ്പൊ നമുക്ക് പഠിക്കാം. പരമാത്മാവിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നുണ്ട്, അപ്പൊ അതിനെ കുറിച്ചിട്ട് മനസ്സിലാവും. പക്ഷെ നമ്മുടെ ഭഗവാൻ ഇവിടെ ഗോവിന്ദൻ, അച്യുതൻ, ഋഷികേശൻ ആരാണ്? ഭഗവാനാണ്. അദ്ദേഹം നിർവികാരനല്ല, അവ്യക്തിഗതവാദനല്ല, ആരുമല്ല. അദ്ദേഹത്തിന് ശരീരമുണ്ട്, അദ്ദേഹത്തിന് നാഡീനരമ്പുകളുണ്ട്, അദ്ദേഹത്തിന് ചിന്തയുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. പക്ഷെ നമ്മുടെ പോലുള്ള ശരീരമാണോ? അല്ല, അതീന്ദ്രിയനാണ്. നമ്മുടെ ശരീരം വേറെ, നമ്മുടെ മനസ്സ് വേറെ, നമ്മുടെ ബുദ്ധി വേറെ, നമ്മുടെ ആത്മാവ് വേറെ. പക്ഷെ ഭഗവാന്റെ ആണെങ്കിലോ ശരീരവും മനസ്സും ബുദ്ധിയും ചിത്തവും മിഥ്യാഹങ്കാരവും ആത്മാവും പരമാത്മാവും എല്ലാം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അതീന്ദ്രിയൻ, അതായത് പരമദിവ്യോത്തമ പുരുഷൻ. നമ്മുടെ ശരീരം നശിക്കുന്നതാണ്, ആത്മാവ് നശിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ക്ഷരപുരുഷന്മാരാണ്. 13ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ഷരപുരുഷന്മാരാണ് നമ്മളെല്ലാവരും. ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവരും തന്നെ ക്ഷരപുരുഷന്മാരാണ്. ഇനി ആ വൈകുണ്ഠാദി ലോകങ്ങളിൽ പോയി കഴിഞ്ഞാൽ, അല്ല ഉത്കൃഷ്ട ലോകങ്ങളിലെല്ലാം, ദിവ്യലോകങ്ങളിലെല്ലാം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾക്ക് ശരീരവും നശിക്കുന്നില്ല, ശരീരവും ക്രിസ്റ്റൽ പോലെയാണ്. അപ്പൊ അതുകൊണ്ട് അവരെ അക്ഷരപുരുഷൻ എന്ന് പറയുന്നു. ക്ഷരം ഇല്ലാത്തത്, അല്ല നശിക്കാത്തത്, വ്യയം സംഭവിക്കാത്തത്, അഴിയാത്തത്, അഴുകാത്തത് എന്നർത്ഥത്തില്. അപ്പൊ നമ്മളെല്ലാം ക്ഷരപുരുഷന്മാരാണ്. ദിവ്യലോകങ്ങളിലുള്ളവര് അക്ഷരപുരുഷന്മാരാണ്. ഭഗവാനാണെങ്കിലോ ഈ 2 വിഭാഗത്തിലും പെടുന്നില്ല, പരമദിവ്യോത്തമ പുരുഷനാണ്. അതാണ് 3 പുരുഷന്മാരാണ്: ക്ഷരപുരുഷൻ, അക്ഷരപുരുഷൻ, പരമദിവ്യോത്തമ പുരുഷൻ. അപ്പോ നമ്മുടെ ഭഗവാൻ എല്ലാവരേക്കാളും മുകളിലാണ്. അങ്ങനെ യാതൊരു തരത്തിലും അജ്ഞാനം വരാത്ത, തെറ്റു സംഭവിക്കാത്ത വ്യക്തിയാണ് ഭഗവത്ഗീത ഉപദേശിക്കാൻ പോകുന്നത് എന്ന് ഭഗവത്ഗീത വിദ്യാർത്ഥിക്ക് ഒരു ഉറപ്പ് നൽകുവാൻ വേണ്ടിയിട്ടാണ്. അല്ലെ, എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് അയ്യോ നമ്മുടെ അധ്യാപകൻ അവിടെ ശരിക്കുള്ള അധ്യാപകനല്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ആണ്, അദ്ദേഹത്തിന് അത് പറഞ്ഞു തരാൻ യാതൊരു യോഗ്യതയില്ല, നമ്മൾ തെറ്റാണ് പഠിച്ചിരിക്കുന്നതൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, വിഷമം വരും നമുക്ക്. അല്ലെ, പല യൂണിവേഴ്സിറ്റിയിലും അല്ല പല ചികിത്സയ്ക്കൊക്കെ പോണ സമയത്ത് എല്ലാം കഴിഞ്ഞിട്ട് വ്യാജ ഡോക്ടറാണ്, വ്യാജ വൈദ്യനാണെന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ വളരെ വിഷമമുണ്ടാക്കും. അപ്പോ ആദ്യമേ തന്നെ ഈ ഭഗവത്ഗീത ഉപദേശിക്കുന്ന ആള്
ഭഗവാൻ തന്നെയാണ്, പരമദിവ്യോത്തമ പുരുഷനാണ്, എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠനാണ് എന്ന് വേദവ്യാസ മഹർഷി നമ്മളെ അറിയിക്കുകയാണ്. ഇനി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഭഗവാന് ദേഷ്യം തീരുന്നില്ല, അല്ലെ? തന്റെ സുഹൃത്തായിട്ടുള്ള അർജുനനിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ അദ്ദേഹം ഒരു രണ്ടാമത്തെ ഡോസ് കൊടുക്കാൻ പോകുകയാണ്. നോക്കൂ, ഇവിടെ അർജുനൻ ഭഗവാന് ശരണം പ്രാപിച്ചിട്ടില്ല ഈ സമയത്ത്. അപ്പൊ ഈ വാക്യങ്ങളെല്ലാം തന്നെ, ഭഗവാന്റെ ഈ 2 ശ്ലോകങ്ങളെല്ലാം തന്നെ കർമ്മയോഗത്തിലേക്ക് അർജുനനെ ഉയർത്തുവാനായിട്ട് ഉപദേശിക്കുന്നതാണ്. അല്ലാതെ ശരണം പ്രാപിച്ചിട്ടുള്ള ഒരാളോട് പറയുന്ന തത്വസംഹിതകളോ അല്ലെങ്കിൽ നിയമവ്യവസ്ഥകളോ ജ്ഞാനോപദേശമോ യോഗവിദ്യയോ ബ്രഹ്മവിദ്യയോ ഒന്നും തന്നെയല്ല. ആ രീതിയിൽ ഭഗവാന്റെ ഈ 2 ശ്ലോകങ്ങളെ ഒരിക്കലും ആരും കണക്കിലെടുക്കരുത്. ഇത് ഉത്തേജിതനാക്കാനായിട്ട്, വീര്യത്തെ ജനിപ്പിക്കുവാൻ വേണ്ടി പറയുന്നതാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെല്ലാം നമ്മുടെ ജനങ്ങൾക്ക് ആ വീര്യം പകരുവാനായിട്ട് നമ്മുടെ ലാലാ ലജപത് റായും ബിപിൻ ചന്ദ്രപാലും ബാലഗംഗാധര തിലകനും മഹാത്മാഗാന്ധിയും സ്വാമി വിവേകാനന്ദനും എല്ലാം ഇതിനെ ഉദ്ധരിച്ചിട്ട് കുറെ വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താ ഭഗവാൻ ഇനി പറയാനുള്ളത്? ക്ലൈബ്യം മാസ്മഗമ പാർത്ത നൈദത്യുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോതിഷ്ഠ പരന്ധവ. വിവർത്തനം, ട്രാൻസ്ലേഷൻ: അല്ലയോ പാർത്ത, തരം താണ ഈ ആണത്തമില്ലായ്മയ്ക്ക് അധീനനാകരുത്. നിനക്ക് യോജിക്കുന്നതല്ല ഇത്. ശത്രുക്കളെ ജയിക്കുന്നവനെ ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ചെഴുന്നേൽക്കൂ. ഈ ശ്ലോകത്തിന്റെ ആശയ വിശദീകരണം, ഭാവാർത്ഥം. അർജുനനെ ഇവിടെ പാർത്ഥൻ, അതായത് പ്രതയുടെ പുത്രൻ, കുന്തിപുത്രൻ എന്നാണ് വിളിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പിതാവായ വസുദേവരുടെ സഹോദരിയാണ് പ്രത അഥവാ കുന്തി ദേവി. അങ്ങനെ ശ്രീകൃഷ്ണനുമായി അർജുനന് രക്തബന്ധമുണ്ട്. ഒരു ക്ഷത്രിയന്റെ പുത്രൻ പൊരുതാൻ വിസമ്മതിക്കുന്ന പക്ഷം അയാൾ പേരിനു മാത്രമേ ക്ഷത്രിയനാകൂ. ഒരു ബ്രാഹ്മണ പുത്രൻ നീചകർമ്മങ്ങൾ ചെയ്താൽ അയാളും പേരിനു മാത്രമേ ബ്രാഹ്മണനാകുന്നുള്ളൂ. അത്തരം ക്ഷത്രിയരും ബ്രാഹ്മണരും സ്വന്തം പിതാവിന്റെ വില കുറഞ്ഞ സന്തതികളാണ്. അർജുനനെ അങ്ങനെ പൈതൃക ശ്രേഷ്ഠത നഷ്ടപ്പെട്ടവനായി കാണാൻ ശ്രീകൃഷ്ണൻ ഇഷ്ടപ്പെട്ടില്ല. തന്റെ ആത്മസുഹൃത്താണ് അർജുനൻ. തേരാളിയായിക്കൊണ്ട് ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ നേരിട്ട് നയിക്കുകയും ചെയ്യുന്നു. ഈ മേന്മകളെല്ലാം ഉണ്ടായിട്ടും അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അത് ദുഷ്കീർത്തികരമായ ഒരു പ്രവൃത്തിയായി പോകും. അതുകൊണ്ടാണ് ഈ മനോഭാവം അർജുനന്റെ വ്യക്തിപ്രഭാവത്തിന് യോജിച്ചതല്ലെന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞത്. ബഹുമാന്യനായ ഭീഷ്മപിതാമഹനോടും മറ്റു ബന്ധുക്കളോടുമുള്ള മഹത്പൂർണമായ സമീപന രീതി മുൻനിർത്തിയാണ് ഇങ്ങനെ പിന്മാറുന്നതെന്ന് അർജുനൻ ഒരു പക്ഷേ വാദിച്ചേക്കാം. പക്ഷെ ശ്രീകൃഷ്ണൻ ഇത്തരം മഹാമനസ്കതയെ വെറും ഹൃദയ ദൗർബല്യമായാണ് കരുതിയത്. ഇത്തരം കപടമഹാമനസ്കത പ്രാമാണികന്മാരാൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അഹിംസാ തത്വം ഈ കപടമഹാമനസ്കത ശ്രീകൃഷ്ണന്റെ നേരിട്ടുള്ള ഉപദേശപ്രകാരം അർജുനനെ പോലുള്ള ഒരു വ്യക്തി പാടെ ഉപേക്ഷിക്കേണ്ടതാണ്. അങ്ങനെ കലിപ്പ് തീരാതെ നമ്മുടെ ഗോവിന്ദൻ പറയുകയാണ്, ക്ലൈബ്യം മാസ്മ ഗമ പാർത്ത, അല്ലയോ പാർത്ത, പ്രതയുടെ പുത്ര, കുന്തിപുത്ര, അല്ലെ? ക്ലൈബ്യം, ഈ ക്ലീബത, ആണും പെണ്ണും കെട്ടവനെ, നപുംസകമേ വിളിക്കണം. അർജുനനെ വിളിക്കുന്നതാ, അല്ലെ? ശിഖണ്ഡി അല്ലെങ്കിൽ ഇന്നത്തെ ട്രാൻസ്ജെൻഡറിനെ പോലെ. ക്ലൈബ്യം, നീ ക്ലീബനാണ്, ആണും പെണ്ണും കെട്ടവനാണ്, അല്ലെ? വലിയ മീശയൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെ പോലെ കരയുന്നു, ഏങ്ങലടിച്ചുകൊണ്ട്. എന്താണോ ഇത് ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ നീ കറി, ആ മീശയെല്ലാം വടിച്ചു വന്നിട്ട് കറി, അല്ലെങ്കിൽ മീശയെല്ലാം വിരിച്ചു വെച്ചിട്ട് നീ ധീരനായിട്ട് യുദ്ധം ചെയ്യൂ. ക്ലൈബ്യം മാസ്മഗമ പാർത്ത, എവിടെ നിന്നാണ് നിനക്ക് ഈ ആണും പെണ്ണും കെട്ട ആണത്തമില്ലായ്മ വന്നു ചേർന്നത്? ന ഏതത് ഉപപദ്യതേ, ഇതൊട്ടും നിനക്ക് യോജിക്കില്ല, അല്ലെ? നീ അങ്ങനെയാണെങ്കിൽ വീട്ടിലിരുന്ന് കരഞ്ഞാൽ മതിയായിരുന്നു, ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. പടച്ചട്ടയെല്ലാം അണിഞ്ഞ് ആ ഗാന്ധീപത്തിന്റെ ഞാണെല്ലാം കെട്ടി, ഗോവിന്ദ എവിടെയാണ് എന്റെ ശത്രുക്കളെ കാണാനായിട്ട് നടുവിൽ എന്തൊക്കെയായിരുന്നു നിന്റെ പ്രഹസനം, അല്ലെ? ആണും പെണ്ണും കെട്ടവനെ നാണമില്ലല്ലോ. എനിക്ക് തന്നെ ലജ്ജ തോന്നുന്നു. ഞാൻ ഏത് സമയത്താണാവും എന്റെ പെങ്ങളെ നിനക്ക് വിവാഹം ചെയ്തു തന്നത്, അല്ലെ? എന്റെ അളിയനാണ്, എന്റെ സഹോദരിയുടെ ഭർത്താവാണെന്ന് പറയാൻ ലജ്ജ തോന്നുന്നു. കാരണം നിനക്ക് ആണത്തമില്ല, നീ ആണത്തമില്ലായ്മയാണ് ചെയ്യുന്നത്, ആണും പെണ്ണും കെട്ടവനാണ്. ക്ലീബത, ക്ലൈബ്യം വന്നു ചേർന്നിരിക്കുന്നു. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം, ഈ ഒരു ഹൃദയ ദൗർബല്യം ഉണ്ടല്ലോ, ആവശ്യമില്ലാത്ത ആളുകളെ കുറിച്ച് ചിന്തിച്ച് വെടക്കാക്കിയിട്ട് നീ വെറുതെ ഇരുന്ന് കരയുന്നത്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ ഒരു ഹൃദയ ദൗർബല്യത ക്ഷുദ്രമാണ്, പതുക്കെ പതുക്കെ നിന്നെ നശിപ്പിക്കും. നിന്റെ മനോധൈര്യമെല്ലാം അത് കെടുത്തിക്കളയും, നിന്റെ വീരശൂരത്വമെല്ലാം നശിപ്പിക്കും. ഏത്? ഹൃദയ ദൗർബല്യം, അല്ലെ? പതുക്കെയാണ്, ചിതലിനെ പോലെയാണ്, ഉറുമ്പിനെ പോലെയാണ് അത് വീട്ടിൽ വന്ന് കയറുക. കാണാൻ സാധിക്കില്ല. നശിച്ച് നാരണക്കലായ ശേഷം മാത്രമേ നമുക്ക് വാതിലും ജനലുകളും എല്ലാം കാണാൻ സാധിക്കുകയുള്ളൂ. ക്ഷുദ്രജീവികളാണ് അവ.
കാണാൻ സാധിക്കാത്ത, നമ്മൾ അതിന് വില കൊടുക്കില്ല. പാമ്പ്, എട്ടുകാലി അല്ലെങ്കിൽ പഴുതാര, തേളൊക്കെ ആണെന്ന് വെച്ചാൽ അടിച്ചു കൊല്ലും. ഉറുമ്പിനെയും ചിതലിനെയും ഒന്നും ചെയ്യില്ല. പക്ഷെ അവ നമ്മെ പാടെ നശിപ്പിക്കുന്നു കാലക്രമേണ. അതാണ് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. ഈ ഹൃദയ ദൗർബല്യം ഉണ്ടല്ലോ, അത് ക്ഷുദ്രമാണ്, നിസാരമാണ്. അതിനെ വേണ്ട സമയത്ത് എടുത്തു കളഞ്ഞില്ലെങ്കിൽ അത് നമ്മെ പാടെ നശിപ്പിക്കും. തെക്തോ, ഉപേക്ഷിക്കൂ. അത് കാരണം ഈ ഹൃദയ ദൗർബല്യത്തെ, ഈ ആർക്കും വേണ്ടാത്ത ആളുകളെ കുറിച്ച് ചിന്തിച്ച് കരയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ഈ ഒരു വിഷാദമുണ്ടല്ലോ, ആവശ്യമില്ലാതെ നിന്നിൽ വന്നു ചേർന്ന ദയ, കാരുണ്യം, അതെല്ലാം തെക്തോ, ഉപേക്ഷിക്കൂ. എന്നിട്ട് എന്ത് ചെയ്യണം? ഉത്തിഷ്ഠ പരന്ധവ, നല്ല പോലെ എഴുന്നേൽക്കൂ, യുദ്ധം ചെയ്യാനായിട്ട്. അല്ല, തീവ്രമായിട്ടുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട്, ദൃഢവിശ്വാസത്തോട് കൂടിയിട്ട് എഴുന്നേൽക്കൂ. പരന്തപ, മറ്റുള്ളവരെ തപിപ്പിക്കാൻ കഴിയുന്നവനെ, ശത്രുക്കളെ തോൽപ്പിക്കാൻ കഴിയുന്നവനെ. അല്ല, രണ്ട് പദങ്ങളാണ് ഉപയോഗിച്ചത്. ഒന്ന് പ്രതയുടെ പുത്ര, കുന്തിയുടെ പുത്ര, നിന്റെ അമ്മയെ നീ ആലോചിക്കൂ. അല്ല, ജനനം മുതൽക്ക് തന്നെ ഇത്രയും വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയിലൂടെ, അല്ലെങ്കിൽ ഇത്രയും ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിലൂടെ അതിനെല്ലാം അതിക്രമിച്ച് കവച്ചു വെച്ച് ഈ നിലയിലെത്തിയിട്ടുള്ള രാജമാതാവായിട്ടുള്ള നിന്റെ അമ്മയെ കുറിച്ച് നീ ആലോചിക്കൂ. എത്രയോ ദുർഘടാവസ്ഥയിൽ കൂടെയാണ് വന്നിരിക്കുന്നത്. അല്ല, വിവാഹത്തിന് മുന്നേ സന്തതിയെ ലഭിക്കുക, അതിനെ കൺമുമ്പിൽ തന്നെ ഉപേക്ഷിക്കുക, അതിനെ വളർത്താൻ സാധിക്കാതെ ഇരിക്കുക, അത് തന്നെ തന്റെ രണ്ടാമത്തെ മക്കളുമായിട്ട് ശത്രുതയിൽ വരിക. ഇനി വിവാഹത്തിന് ശേഷം ഭർത്താവ് വീണ്ടും വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കുക, ഭർത്താവിൽ നിന്ന് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ കഴിയാതിരിക്കുക, അങ്ങനെ അന്യപുരുഷന്മാരിൽ നിന്ന്, അന്യദേവന്മാരിൽ നിന്ന് സന്തതികളെ ഉൽപ്പാദിപ്പിക്കുക. അതിനുശേഷം ആ രണ്ടാമത്തെ ഭാര്യയുടെ ഒരു ചെറിയ തെറ്റുകൊണ്ട് സ്വന്തം ഭർത്താവ് മരിച്ചു പോകുക, അങ്ങനെ പറക്കമുറ്റാത്ത കുട്ടികളെയും കൊണ്ട് പലായനം ചെയ്യുക. ഇങ്ങനെ എത്രയോ ദുർഘടാവസ്ഥയിലാണ് നിന്റെ അമ്മ, ആ പൃഥ കുന്തി ദേവി കടന്നു പോയിരിക്കുന്നത്. അമ്മയെ ആലോചിച്ചെങ്കിലും നീയേ യുദ്ധം ചെയ്യൂ. പരന്തവ, നിനക്ക് ശത്രുക്കളെ തോൽപ്പിക്കാൻ സാധിക്കും. പരമായതിനെ തപിപ്പിക്കാൻ കഴിയുന്നവനാണ്. മറ്റുള്ളതിനെ, തന്നിൽ നിന്ന് വിട്ടിട്ടുള്ള മറ്റതിനെയെല്ലാം തോൽപ്പിക്കുവാൻ, ശത്രുക്കളെ മാത്രമല്ല കാമക്രോധ മോഹലോപങ്ങളെയും നിനക്ക് തോൽപ്പിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ഹൃദയ ദൗർബല്യത്തെ, ദുർബലതയെ ഉപേക്ഷിച്ചിട്ട് നീ ദൃഢവിശ്വാസത്തോട് കൂടിയിട്ട്, ആത്മവീര്യത്തോട് കൂടിയിട്ട് എഴുന്നേൽക്കൂ എന്നാണ് പറയുന്നത്. എന്താ ഈ ആത്മവീര്യത്തോട് കൂടിയിട്ട് എഴുന്നേൽക്കാൻ പറയുന്നത്? നമുക്കുണ്ടാവുന്ന ഒരു സംഗതിയാ അല്ലെ? സത്സംഗത്തിന് പോകണം. ഇന്ന് പൈതൽ പ്രഭു പറഞ്ഞിട്ടുണ്ട് 7 മണിക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു 5 മണിക്ക് എഴുന്നേൽക്കണം. 5 മണിക്ക് എഴുന്നേൽക്കണം. പണ്ടത്തെ ടൈം പീസാണ്, മൊബൈലൊന്നുമില്ല. അപ്പൊ ആ സാധനം ഇങ്ങനെ 5 ഇങ്ങനെ വെച്ച് കുറുന്നൊക്കെ വെച്ച് 5 മണിക്ക് സെറ്റ് ചെയ്തിട്ട് വെച്ചു. അങ്ങനെ അതിന്റെ പല്ലൊക്കെ തേഞ്ഞു പോയിണ്ടായിരുന്നു, മുത്തച്ഛന്റെ കാലത്തുള്ളതാണ്. അപ്പൊ ഒരു 4:50 അടിച്ചു. എഴുന്നേറ്റ് നോക്കിയപ്പോ 4:50. ഇനി എത്ര മിനിറ്റ് ബാക്കിയുണ്ട്? 10 മിനിറ്റ് കൂടി ഉണ്ട്. ചേടാ, എന്തിനാ 10 മിനിറ്റ് കൂടി കിടക്കാം എന്ന് വിചാരിച്ച് അൾട്രാം ഓഫ് ആക്കിയിട്ട് 10 മിനിറ്റ് കിടന്നു. എപ്പോഴാ എഴുന്നേറ്റുണ്ടാവാ? നിങ്ങൾക്കറിയാം അല്ലെ? 7 മണിക്ക് നിങ്ങൾ എഴുന്നേറ്റുണ്ടാവുള്ളൂ. കഴിഞ്ഞു. അതുപോലെ അലസനായിരിക്കാതെ ആ വീരശൂരത്തിൽ നിന്ന് ഇതിനെല്ലാം ഉപേക്ഷിച്ച് ആ ദൃഢവിശ്വാസത്തോടു കൂടിയിട്ട് എനിക്കിത് ചെയ്യാൻ സാധിക്കും, എനിക്കേ ചെയ്യാൻ സാധിക്കുള്ളൂ, ഞാൻ അതിന്റെ വക്താവാണ്, ഭഗവാൻ എന്നാൽ നിയോഗിക്കപ്പെട്ടവനാണ് എന്ന് വിചാരിച്ച് ഓരോ വ്യക്തിയും ഓരോ സത്സംഗത്തിലും നമ്മുടെ ഹിന്ദുവിന് വേണ്ടിയിട്ട്, സനാതന ധർമ്മത്തിന്റെ വക്താക്കളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പല കാര്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം ഈ പ്രമാദം, ആലസ്യം, അല്ലെ, നിദ്ര, ഈ ഉറക്കച്ചടവ്, ഈ താല്പര്യമില്ലായ്മ, കാമം, ക്രോധം, മോഹം, ലോഭം, ദമ്പം, വ്യാമോഹം, സമ്മോഹം എല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ട് എഴുന്നേൽക്കുവാനാണ് ഭഗവാൻ പറയുന്നത്. അത് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെ നശിപ്പിച്ചു കളയും. നേരത്തെ പറഞ്ഞ മാതിരി 5 മണിക്ക് എഴുന്നേൽക്കുന്നതിന് പകരം 4:50 കുറച്ചു നേരം 10 മിനിറ്റ് നിങ്ങൾ 10 മിനിറ്റ് മുന്നേ എഴുന്നേറ്റെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഒന്നും തന്നെ സംഭവിക്കില്ല. സുഖമായിട്ട് നിങ്ങൾ 7 മണിക്ക് മുന്നേ തന്നെ സത്സംഗത്തിൽ എത്തുമായിരുന്നു. പക്ഷെ ആ 10 മിനിറ്റത്തെ അലസത നിങ്ങൾ ആ ദിവസത്തെ മുഴുവൻ താറുമാറാക്കി. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ചില സമയത്ത് ആലസ്യങ്ങളും ഈ മടിയും എല്ലാം നമ്മുടെ ചിലപ്പോൾ ഉത്കൃഷ്ടതയെ ചിലപ്പോൾ നമ്മളെ നശിപ്പിക്കാനായിട്ട് വലിയൊരു എതിരാളിയായിട്ട് നിൽക്കും. അതുകൊണ്ട് ഭഗവാൻ ഈ 2 ശ്ലോകങ്ങളിൽ കൂടെ നമ്മുടെ ആ കർത്തവ്യത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഗീത ഉപദേശിക്കാറായിട്ടില്ല, ഗീത കുറച്ചും കൂടി കഴിയുമ്പോഴാണ് ഉപദേശിക്കുന്നത്. ഇതെല്ലാം കേട്ട അർജുനന് ആകെ ഭഗവാനിൽ നിന്ന് ഇതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അദ്ദേഹം.
തന്റെ പുറത്ത് തട്ടി അഭിനന്ദിക്കും, കൺഗ്രാജുലേഷൻസ്, ബലേ ബേഷ്, നല്ലതാണെന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ ഇത് അദ്ദേഹത്തിൽ മാനസികമായിട്ടുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാക്കി. ഇനിയുള്ള ചോദ്യം LKG UKG കുട്ടികൾ ചോദിക്കുന്ന പോലെയല്ല, മറിച്ച് ഹൈസ്കൂൾ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ് ഇനി ചോദിക്കാൻ പോകുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. എല്ലാവരും നല്ലപോലെ ഭഗവത്ഗീത പഠിക്കുക. അപ്പൊ നിങ്ങളുടെ സംശയ നിവാരണമെല്ലാം തീരും.